ജനിക്കുന്നില്ല. ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ലെവലിലേക്ക് നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ ഉറപ്പായിട്ടും നമുക്ക് ഡിഫിക്കൽട്ടീസ് തോന്നാം. ഓക്കെ. പക്ഷെ അത് എങ്ങനെ കവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ 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 വർക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സിമ്പിളായി വരും. ഓക്കെ. നമ്മളിത് വർക്ക് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് ഇവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ വർക്ക് ചെയ്യാൻ ആരും മടി കാണിച്ചിരിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്നുള്ളത് കൊണ്ട് ഇവിടെ എല്ലാം ആവുന്നില്ല. ഓക്കെ. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി മുതൽ നമ്മൾ സോണുകൾ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഓക്കെ. ഇനി ഒന്നും കൂടിയും സീരിയസ് ആയിട്ടുള്ള ഒന്നും കൂടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഡെമോ ട്രേഡ്സ് എടുത്ത് തുടങ്ങാം. ആ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരികയാണ്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് നിങ്ങളെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ടാവണം. ഓക്കെ. അത് ഇല്ലാത്ത പക്ഷം ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു നല്ലൊരു സ്കില്ല് ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. മാക്സിമം വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു അസൈൻമെന്റ് ആണ് തരാൻ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്തിടുക. ഓക്കെ. അത് മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ ഞാനത് കറക്റ്റ് ചെയ്താണ്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. ഇനി ഇപ്പോൾ അധിക പേരും നല്ല രീതിയിൽ തന്നെ അത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. കാരണം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മറ്റേത് ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റേത് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ നിന്നും കിട്ടാത്ത മൂന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ മൂന്ന് അടിപൊളി ഫ്രീഡംസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് എവിടുന്നും ഏത് കോണിൽ നിന്ന് വേണിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ലൊക്കേഷൻ ഫ്രീഡം ഉണ്ട്. ഓക്കെ. അതേപോലെ നമുക്ക് ലൊക്കേഷൻ ഫ്രീഡം ഉണ്ട്. അതേപോലെ നമുക്ക് ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ടൈം ഫ്രീഡം കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഫൈനാൻഷ്യലായിട്ടും നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. നമുക്ക് വേറെ ഏത് ജോബും ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് തരുന്നില്ല. ചില ജോബിൽ നമുക്ക് ടൈമും ഫിനാൻഷ്യലും കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഈ മൂന്ന് ഫ്രീഡം ഒരുമിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ട്രേഡ് ചെയ്യാം. പകലാണെങ്കിൽ ആ സമയത്ത് ട്രേഡ് ചെയ്യാം. ഇതെന്നൊക്കെ നമുക്കൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുമുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു അടിപൊളി സംഭവങ്ങൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഇവിടെ വർക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ. അപ്പം ബട്ട് സം മിസ്റ്റേക്കുകൾ വരും ബ്രോ. മിസ്റ്റേക്കുകൾ വരണം. മിസ്റ്റേക്കുകൾ വന്നാൽ മാത്രമേ നമ്മൾ ഇന്ന് പഠിക്കുള്ളൂ. കാര്യം മിസ്റ്റേക്ക് ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്തായാലും മിസ്റ്റേക്ക് പറ്റണം. ഓക്കെ. ആ മിസ്റ്റേക്ക് പറ്റാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ലേണിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ. ഈ സമയത്ത് നിങ്ങൾ എത്രത്തോളം ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ചാർട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ മിസ്റ്റേക്കൊക്കെ അവിടെ കവറപ്പ് ചെയ്ത് പോവുക. ഓക്കെ. അപ്പോൾ ആ കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ഭാഗത്തു നിന്നുള്ള ടൈം കൊടുക്കുന്നതിനെ പറ്റി ലൈക്ക് അതിലൊരു എഫേർട്ട് ഇടുന്നതിൽ നിങ്ങൾ ഒരിക്കലും ബാക്കിലേക്ക് നിൽക്കരുത്. ഓക്കെ. അത് ഇനിയിപ്പം നിങ്ങൾ ഈ പറയുന്ന അൽപ്പാരി അത് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറിൽ അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ട് ഇപ്പം മെറ്റാ ട്രേഡർ 5-ലൊക്കെ ഡെമോ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഇനി നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ, ഈ പറയുന്ന ചലഞ്ചസും ലൈക്ക് കോമ്പറ്റീഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ. സോ നമ്മൾ ഇതുവരെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് സെഷനിൽ നമ്മളൊരു സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. ആ സ്ട്രക്ചറിൽ നമ്മൾ കുറേ ഡ്രോയിങ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എബൌട്ട് സ്ട്രക്ചറാണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈസ് ബ്രേക്ക് ചെയ്യും, ലോ റിജക്ട് ചെയ്ത് പോകും. ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ ആയിരുന്നു നമ്മൾ
പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ലോ ലോ ബ്രേക്ക് ചെയ്യും, ഹൈസ് എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്തു പോകും. ഓക്കെ. പിന്നെ നിങ്ങൾ എപ്പോഴും ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള ഒരു കാര്യം, എവിടെ മുതലാണോ നമുക്ക് ഇപ്പം ഇവിടെ ആണ് സ്വിംഗ് ലോ എന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ നമുക്ക് ആ ബ്രേക്ക് കിട്ടുന്ന ഏരിയ വരെ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ. ഇങ്ങനെ പ്രോപ്പറായിട്ട് തന്നെ വരയ്ക്കുക. ഓക്കെ. അത് കുറച്ച് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ ആയിട്ടോ അങ്ങനെയൊന്നും അല്ല. ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു ബ്രേക്ക് കിട്ടുന്ന ഏരിയ തന്നെ മാർക്ക് ചെയ്ത് വരയ്ക്കുക. ഓക്കെ. പിന്നെ കോമൺ ആയിട്ട് കണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, കോമൺ അല്ല, കുറച്ച് പേരിൽ കണ്ട മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണ് ഈ ഒരു ഏരിയ, അല്ലേ? അപ്പം ഇവർ BOS എവിടെ വരച്ചിട്ടുണ്ട്? ഇവിടെ മുകളിൽ ബ്രേക്ക് കിട്ടുന്ന രൂപത്തിൽ വരച്ചിട്ടുണ്ട്. ഇവിടെ BOS വരച്ചിട്ടുള്ള കുറച്ച് ചാർട്ടുകൾ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഒരു ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ ബ്രേക്ക് എവിടെ കിട്ടേണ്ടത്? ലോ ആണ് ബ്രേക്ക് ചെയ്ത് പോകേണ്ടത്, അല്ലേ? ഓക്കെ. അപ്പം ലോ ബ്രേക്ക് ചെയ്ത് ബ്രോ പോകുമ്പം ബ്രോ കറക്റ്റ്. ബ്രോ ആ, ബ്രോ സ്ക്രീൻ അത് മറ്റേ ഇത് മാത്രം കാണുന്നു, എന്റെ മാത്രമാണ് പ്രശ്നം അറിയില്ല. സ്ക്രീനിൽ എക്സോര ക്യാപിറ്റൽ മാത്രം കാണുന്നു തോന്നുന്നു. ആണോ? ഒരു മിനിറ്റ്. എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല, ചാർട്ട് കാണുന്നു. കാണുന്നുണ്ടല്ലോ. ബ്രോ ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കി നോക്കിയേ. ഓക്കെ. കാണുന്നുണ്ട്. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ. പിന്നെ കണ്ടൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കൺസോൾട്ടേഷൻ മാർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഹൈയും ലോയും മാർക്കറ്റിൽ അവൈലബിൾ ആയത് എവിടെ നോക്കുക. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്. ഇതിനകത്താണ് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ആയത്. അപ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുന്നത് വരെ ആണ് ആ ഒരു കൺസോൾട്ടേഷന്റെ വാലിഡിറ്റി. ഇപ്പോൾ ഇവിടെ കൺസോൾട്ടേഷൻ ഉണ്ട്, ഇപ്പോൾ ഈ ഹൈന്റെയും ലോന്റെയും ഇടയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഓക്കെ. അപ്പം അത് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യണത് അവിടെ വരെ മാത്രം വരയ്ക്കുക. ഓക്കെ. ഈ കൺസോൾട്ടേഷൻ ഇങ്ങനെ വരയ്ക്കരുത്, ഇവിടെ വരയ്ക്കുക. ആക്ച്വലി ഈ കൺസോൾട്ടേഷൻ ഇവിടെ കണ്ടോ, ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ വരച്ച ലൈനിന്റെ മുകളിലേക്ക് എന്ത് വേണം, ഒരു ബോഡി കൊണ്ടുള്ള ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യണം. ഓക്കെ. ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ ആ ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസോൾട്ടേഷൻ മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം, ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിഗിന്നർ സ്റ്റേജിൽ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്കുകൾ തന്നെയാണ്, അത് കുഴപ്പമില്ല. നിങ്ങളത് റെക്ടിഫൈ ചെയ്ത് പോയാൽ മതി. ഓക്കെ. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഇത് അത്ര ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നിങ്ങൾ മനസ്സ് വെച്ചാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കലും അയ്യോ എൻ്റെത് തെറ്റിയല്ലോ, ഞാൻ ചെയ്യുന്ന അസൈൻമെന്റ്സ് ഒക്കെ തെറ്റാണല്ലോ എന്നൊരിക്കലും വിചാരിക്കരുത്. ആ തെറ്റി എന്നുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലിടാം, വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. അങ്ങനെയുള്ള ആൾക്കാർക്ക്, തെറ്റുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കൂടുതൽ ഇതിലൊരു ഒരു ഇമ്പാക്റ്റ് പെട്ടെന്ന് കിട്ടുക. ഓക്കെ. സോ അക്കാര്യം നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവുക. ഇത് കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. നമ്മൾ നമ്മളായിട്ട് ഇതിനെ ആലോചിച്ചാണ്ട് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാഞ്ഞാൽ മതി. ഓക്കെ. ഇനി നമുക്ക് പോർഷനിലേക്ക് വരാം. ഇന്ന് നമ്മൾ പറയാൻ പോണ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ആണ്. ഓക്കെ. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഡിസ്കൗണ്ട് പ്രീമിയം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആർക്കെങ്കിലും അറിയാവോ എന്താണ് ഡിസ്കൗണ്ട്, എന്താണ് പ്രീമിയം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് പറയാം. ലൈക്ക് ഇപ്പോൾ സപ്പോസ് രണ്ട് കടയുണ്ട്, രണ്ട് ഷോപ്പ് ഉണ്ട്. ഓക്കെ. ഒരു ഷോപ്പ്, എന്താ, ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ഇത് ഷോപ്പ് നമ്പർ 1. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ഇത് ഷോപ്പ് നമ്പർ 2. ഓക്കെ. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ഷോപ്പ് നമ്പർ 3. ഇതൊക്കെ അല്ല, ഡിമാൻഡ് സപ്ലൈ സോൺ അല്ല, വേറെ. ഓക്കെ. ഇതൊക്കെ മൊബൈൽ ഷോപ്പുകളാണ്, മൊബൈൽ സെല് ചെയ്യണ ഷോപ്പുകളാണ്. ഈ മൂന്നും മൊബൈൽ സെല് ചെയ്യണ ഷോപ്പാണ്. മൂന്നും ഒരേ സ്ട്രീറ്റിൽ അടുത്തടുത്തുള്ള ഷോപ്പുകളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടി ഈ ഫസ്റ്റിലെ കടയിലേക്ക് വന്നു.
ഓക്കെ, നമ്മളൊരു പുതിയ ലേറ്റസ്റ്റ് ഫോണിന്റെ വില ചോദിച്ചു. ആ മോഡലിന് ഇവിടെ വില പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു 1 lakh ആണ്. ഓക്കെ, 1 lakh ആണ് ഇവിടുത്തെ വില. എന്നിട്ട് നമ്മൾ അടുത്ത കടയിൽ ചെന്നു, അവിടെയും വില അന്വേഷിച്ചു. സെയിം മോഡൽ, ഒരു മാറ്റവും ഇല്ല. അവിടെ നോക്കുമ്പം അവിടെ നിങ്ങൾക്ക് ഒരു ഒരു 60,000 ആണ് അവിടുത്തെ റേറ്റ്. ഓക്കെ, 60,000. അപ്പോൾ നമുക്ക് ഡൗട്ടായി, ഇവിടെ 1 lakh, ഇവിടെ 60,000. അപ്പോൾ അടുത്ത കടയിൽ ചെന്നു. അടുത്ത കടയിൽ ചെന്നിട്ട് നിങ്ങൾ നോക്കി എത്രയാണ് റേറ്റ് നോക്കി. ഓക്കെ, അവിടെ ചെന്നപ്പം അവിടെ വില പറഞ്ഞത് 80,000 ആണ്. ഓക്കെ, 80,000. സെയിം മോഡലാണ്, 3 ഷോപ്പിലാണ്. ഓക്കെ, 3 ഷോപ്പിലായിട്ട് സെയിം മോഡലിന് ഡിഫറെന്റ് റേറ്റാണ്. നിങ്ങൾ എവിടുന്നായിരിക്കും വാങ്ങിക്കുക? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ? നിങ്ങൾ എവിടുന്ന ഈ ഒരു മൊബൈൽ വാങ്ങിക്കുക? ചാറ്റ് ബോക്സ് പോരട്ടെ. സെക്കൻഡ്. ഒരാൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരാരും വാങ്ങിക്കണില്ലേ? എല്ലാരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യ്. ടു 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 അതെ. അതായത് നമുക്ക് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ ടു എന്ന് സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്തുവാ? സിംപ്ലി വരാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് റേറ്റ് കുറവ് അല്ലേ? അവിടെയാണ് ലോ പ്രൈസ് ഉള്ളത്. യെസ്, അവിടെയാണ് റേറ്റ് കുറവുള്ളത്. ഓക്കെ, ഇനി സെയിം തിങ് നമ്മൾ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് നമ്മുടെ ഈ ഒരു മൊബൈൽ, നമ്മുടെ അടുത്തൊരു ഫോൺ ഉണ്ട്, പുതിയ മോഡലാണെന്ന് വിചാരിച്ചോ. ആ മോഡൽ നമ്മൾ സെല് ചെയ്യാൻ പോവാണ്. സെല് ചെയ്തിട്ട് ഞാൻ പുതിയത് എടുക്കുന്നുണ്ട്, ഇപ്പോൾ എടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കണത്. അപ്പോൾ ഞാൻ ആ മൊബൈൽ സെല് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഷോപ്പിൽ ചെന്നു. ഓക്കെ, അവർ പറഞ്ഞു ഒരു 20,000 തരാമെന്ന് പറഞ്ഞു, ഫസ്റ്റത്തെ ഷോപ്പുകാർ. ഓക്കെ, അപ്പോൾ നമുക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയൊരു ഫോണാണ്, 20,000 ആണ് അവർ വില പറഞ്ഞത്. ഓക്കെ, നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് വന്നു. അയാൾ പറഞ്ഞു ഒരു 25,000 തരാമെന്ന് പറഞ്ഞു. ഓക്കെ, 25,000 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതായാലും രണ്ട് കട നോക്കിയതല്ലേ, ഇവിടെയും കൂടി നോക്കാമെന്ന് വെച്ചിട്ട് ഇവിടെയും കൂടി നമ്മൾ ചെക്ക് ചെയ്തു. അപ്പം ഇവർ പറഞ്ഞു ഒരു 27,000 തരാമെന്ന് പറഞ്ഞു. Okay. നമ്മൾ ഏത് ഷോപ്പിലായിരിക്കും ഇത് സെല് ചെയ്യുക? ഇവിടെ കൊടുക്കുവോ, അതോ ഇവിടെ കൊടുക്കുവോ, അതോ ഇവിടെ കൊടുക്കുവോ? 3, അല്ലേ? കാരണം നമുക്ക് കൂടുതൽ വില കിട്ടുന്നത് എവിടെയാ? അവിടെയാണ് നമ്മൾ അത് സെല് ചെയ്യുള്ളൂ. ആക്ച്വലി ഇതേ സംഭവമാണ് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. കാരണം ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ബൈ ചെയ്യാനാണ് അല്ലെ? ഒരു മൊബൈൽ ഷോപ്പിലേക്ക് നമ്മൾ മൊബൈൽ വാങ്ങിക്കാൻ പോയപ്പം ഏറ്റവും ഡിസ്കൗണ്ട് എവിടുന്നാണോ കിട്ടുന്നത് അവിടുന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഓക്കെ, പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൊബൈൽ ഷോപ്പിലേക്ക് നമ്മുടെ മൊബൈൽ സെല്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ എവിടെയാണോ കിട്ടുന്നത് അവിടെയാണ് നമ്മൾ സെല്ല് ചെയ്തത്, അല്ലെ? അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് നമുക്ക് വാങ്ങിക്കാൻ ബൈ ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ റേറ്റ് എവിടെയാണോ ആ ഒരു ഏരിയനെ അല്ലെങ്കിൽ ആ ഒരു സോണിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട്. പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്ക് സെല് ചെയ്യാൻ കൂടുതൽ വില കിട്ടുന്നത് അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ ഉള്ളത് എവിടെയാണോ ആ ഒരു ഏരിയ ആണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ ഇതിന്റെ ഒരു ഐഡിയ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിൽ, ചാർട്ടിൽ, ഓക്കെ, നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം? നമുക്ക് എങ്ങനെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം കണ്ടെത്താം? ഇതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കണേ. ഓക്കെ, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോണേ. എന്തുകൊണ്ടാണ് ഇത് കണ്ടെത്തേണ്ട ആവശ്യം എന്ന് മനസ്സിലായോ? കാരണം ഒരേ ഷോപ്പിൽ തന്നെ അല്ല, ഡിഫറെന്റ് ഷോപ്പിൽ തന്നെ ഒരേ സാധനത്തിന് ഡിഫറെന്റ് വിലയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈ പ്രൈസിൽ നമ്മൾ സെല് ചെയ്യും, ലോ പ്രൈസിൽ നമ്മൾ ബൈ ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഐഡിയ. കാരണം ഇപ്പോ നമുക്കറിയാം ഇവിടെ ഒരു സ്വിങ് ഇവിടെ ഒരു സ്വിങ് ഹൈ ഉണ്ട്. ഓക്കെ, ഓക്കെ, അതേപോലെ ഇവിടെ ഒരു സ്വിങ് ലോ ഉണ്ട്, അല്ലേ? അപ്പം ഇതിനിടയിൽ കുറെ പ്രൈസ് റേഞ്ചസ് ഉണ്ട്. ഇതിനിടയിൽ കുറെ പ്രൈസ് റേഞ്ചുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എവിടെ സെല്ല് ചെയ്യണം, എവിടുന്ന് ബൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്താൻ പോണേ. ഓക്കെ, കാരണം ഈ ഒരു ഏരിയ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ
ഈ ഒരു ലാസ്റ്റ് സിങ് ഹൈ ആൻഡ് സിങ് ലോ ഉണ്ടാക്കിയ ആ ഒരു ഏരിയ ആണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്. ഈ ട്രേഡിംഗ് റേഞ്ചിനകത്ത് എവിടെയാണ് ഡിസ്കൗണ്ട് വരിക, അല്ലെങ്കിൽ എവിടെയാണ് മാർക്കറ്റിൽ പ്രീമിയം വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടിലാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബൈ ചെയ്യാൻ നിൽക്കുള്ളൂ. അതേപോലെ പ്രീമിയത്തിലാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കുള്ളൂ, സെൽ ചെയ്യാൻ നിൽക്കുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ക്ലിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എങ്ങനെ കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് കണ്ടെത്തണം. ഓക്കെ, ഇവിടെ നമ്മുടെ ഇപ്പോൾ ലൈവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ. ട്രേഡിംഗ് റേഞ്ച് കിടക്കുന്നത് ഈ ഒരു ഹൈൻ്റെയും ഈ ഒരു ലോൻ്റെയും ഇടയിലാണ്. ഞാൻ സിംപ്ലി ഒരു ഹൈ ലോ കണ്ടപ്പോൾ എടുത്ത ട്രേഡിംഗ് റേഞ്ച് അല്ല. ഇതിനുള്ള റീസൺ എന്താണ്, എനിക്ക് ലാസ്റ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ, ഇത് MS ആണോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണോ, എന്താണിത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. യെസ്, BOS തന്നെ അല്ലേ. യെസ്, നമുക്ക് ലാസ്റ്റ് ഒരു BOS കിട്ടിയേക്കുന്നത് എവിടെയാ, ഇവിടെയാണ് BOS കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ BOS കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എവിടെ നിന്നാണോ മാർക്കറ്റ് റീട്രേസ് ആവുന്നത് അവിടുന്ന് എനിക്ക് ഏറ്റവും ലോ പോയിന്റും മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ഹൈൻ്റെയും ഈ ഒരു ലോൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഏരിയ ആണ് ഇപ്പോൾ എൻ്റെ എന്ത്, ട്രേഡിംഗ് റേഞ്ച് അല്ലെങ്കിൽ ട്രേഡിംഗ് സോൺ എന്നൊക്കെ പറയും. ഓക്കെ, ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈൻ്റെയും ഈ ഒരു ലോൻ്റെയും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് ഇവിടുത്തെ ഡിസ്കൗണ്ട് ഏരിയ ആൻഡ് പ്രീമിയം ഏരിയ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഞാൻ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഗാൻ ബോക്സ്. ഓക്കെ, ഗാൻ ബോക്സ് അത് നമ്മുടെ ഈ ഒരു ടൂൾ ബോക്സിൽ തേർഡ് വൺ ആണ്. ഓക്കെ, തേർഡ് വണ്ണിൽ നിങ്ങൾ ഈ ഒരു ഗാൻ എന്നുള്ള ഭാഗത്ത് ഫസ്റ്റ് വൺ ഗാൻ ബോക്സ് ടൂൾ ബോക്സ് എടുക്കുക. സൈഡിൽ ഇപ്പം നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, ഫേവറേറ്റ് ആക്കി വെച്ചിട്ടില്ലെങ്കിൽ, ഇവിടുന്ന് തേർഡ് വണ്ണിൻ്റെ ഈ ഒരു ആരോ മാർക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഗാൻ ബോക്സ്. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഈ ഒരു സിങ് ഹൈ ടു സിങ് ലോ ഈ ഒരു ഏരിയ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗാൻ ബോക്സ് ടൂള് ഡ്രോ ചെയ്യാം. ഓക്കെ, ഈ ഒരു സിങ് ഹൈ ടു സിങ് ലോ ഈ ഒരു ഗാൻ ബോക്സ് ടൂള് ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാൻ ബോക്സ് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കള്ളികളും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ സെറ്റിങ്സ് ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതിൽ കാണുന്ന രീതിയിൽ മാത്രം അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഗാൻ ബോക്സ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു കോലത്തിൽ കിട്ടുള്ളൂ. മറ്റത് വേറെ രീതിയിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റൂല കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ ഓക്കെ, എന്നാൽ ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറച്ച് വാല്യൂസ് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കിട്ടും. ഓക്കെ, ഇവിടെ ഏത് കളർ കൊടുക്കാം കേട്ടോ, ഇവിടെ റെഡ് അയച്ചോ ഇവിടെ ഗ്രീൻ അയച്ചോ ഒന്നും കുഴപ്പമില്ല. നമുക്ക് വേണ്ടത് 3 ലൈനുകളാണ് വേണ്ടേ. ഇവിടെ ടോപ്പിൽ ഒരു ലൈൻ ഉണ്ട്, ഏറ്റവും ലോയിലൊരു റെഡ് ലൈൻ ഉണ്ട്, ഇവിടെ മിഡിലിൽ ഒരു ഗ്രീൻ ലൈൻ കണ്ടോ നിങ്ങൾ. ഓക്കെ, മിഡിലിൽ ഒരു ലൈൻ കണ്ടോ. ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഇക്വിലിബ്രിയം ഏരിയ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അറിയാവോ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സിമ്പിളി നമ്മൾ ഇതിനൊരു പേര് പറയാന്നുള്ളൂ, ലൈക്ക് മിഡിൽ പോയിന്റ്. ഓക്കെ, ഈ ഒരു ടൂളിന്റെ മിഡിൽ പോയിന്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം. ഓക്കെ, ഹലോ അപ്പോ സാർ, ഇത് മുകളിൽ നിന്ന് താഴോട്ടേക്കാണോ ഡ്രോ ചെയ്തത്? അത് രണ്ട് രീതിയിലും ഡ്രോ ചെയ്യാം. അത് ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾക്ക് കളർ നിർബന്ധമല്ല, നിങ്ങൾക്ക് ഈ ഒരു 3 ലൈൻസ് ഉണ്ടായാൽ മതി. ഓക്കെ, താഴേന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴേക്കോ വരച്ചാൽ മതി. നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അത് ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ടോപ്പ് ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ലോ ഏരിയ ഉണ്ട്, ഇവിടെ ഒരു സെന്റർ പോയിന്റ് ഉണ്ട്, ഇക്വിലിബ്രിയം ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിന്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 50%. ഈ ഒരു ഏരിയ ആണ് 50%, അഥവാ ഇക്വിലിബ്രിയത്തിന്റെ ആ ഒരു ഏരിയ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു വേർഡാണ് 50%. രണ്ടിന്റെയും സെന്റർ എന്നുള്ള രൂപത്തിൽ. ഓക്കെ, 50%ന്റെ താഴത്തെ ഭാഗം, 50%ന്റെ അടിയിലുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഡിസ്കൗണ്ട് ഏരിയ. ഓക്കെ,
അതേസമയം ഈ 50%ന്റെ മുകളിലുള്ള ഏരിയയാണ് പ്രീമിയം ഏരിയ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഈ ഒരു ടൂൾ എടുക്കുക, ഈ ഒരു സ്വിങ് ഹൈ ടു സ്വിങ് ലോ അല്ലെങ്കിൽ സ്വിങ് ലോ ടു സ്വിങ് ഹൈ ഈ ഒരു ഡ്രോയിങ്സ് വരക്കുക. അപ്പോൾ എപ്പോഴും 50%ന്റെ മുകളിലുള്ള ഭാഗം പ്രീമിയം, 50%ന്റെ താഴെയുള്ള ഭാഗം ഡിസ്കൗണ്ട്. ഈ രീതിയിലാണ് നമ്മളിത് ഡ്രോ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം മാത്രമേ ഇവിടെ നോക്കേണ്ടതുള്ളൂ, അതായത് പ്രൈസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, പ്രൈസ് ഇപ്പോൾ കറന്റ് എവിടെയാണ് നിൽക്കുന്നത്? 1.14207. അത് പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ? In premium range. പ്രീമിയം റേഞ്ച്. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ ഞാൻ അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് നിങ്ങൾക്കായിരിക്കും പറയാൻ പറ്റുമോ? നമുക്ക് വേണ്ട ഏരിയയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാനുള്ള റീസൺ എനിബഡി? സെല് ചെയ്യാനുള്ളത്. വൈ സെല് ചെയ്യാ? Because it's in premium. In premium, the price is high. So we have to sell. വി ഹാവ് ടു സെൽ. നോ, ദാറ്റ്സ് നോട്ട് ദ ആൻസർ. ആതിര കറക്റ്റ് ആണ്. ഡൗൺ ട്രെൻഡ്. ഇത് മാർക്കറ്റ് ആക്ച്വലി ഇപ്പോൾ ഏത് ട്രെൻഡിലാണ് ഉള്ളത്? മാർക്കറ്റിന്റെ ട്രെൻഡ് ഇപ്പോൾ എന്താണ്? ഡൗൺ ട്രെൻഡ് ആണ്. ഈ ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്നതാണോ അതോ ബൈ ചെയ്യുന്നതാണോ നമുക്ക് നല്ലത്? സെല്ല് Sell. അല്ലെ? അതുകൊണ്ടാണ് ഇതൊരു പ്രീമിയത്തിലായതുകൊണ്ട് നമുക്കിവിടെ ഞാൻ ആ ഒരു ഏരിയ എത്തി, റേഞ്ച് എത്തി എന്ന് പറയാനുള്ള കാര്യം. കാരണം നമുക്കൊരു അപ് ട്രെൻഡ് എടുത്തു കഴിഞ്ഞാലും സപ്പോസ് ഇതാണ് നമ്മുടെ അപ് ട്രെൻഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്കിവിടെ ഒരു സ്വിങ് ലോ ഇവിടെ അവൈലബിൾ ആണ്, അതേപോലെ എനിക്കിവിടെ ഒരു സ്വിങ് ഹൈ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ആ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഇവിടെ വരച്ചു. ഓക്കെ, ഇപ്പോൾ 50%ന്റെ താഴെ എന്താണ്? ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, 50%ന്റെ മുകളിൽ പ്രീമിയം ആണ്. ഓക്കെ, പ്രൈസ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇവിടെയാണ് പ്രൈസ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ പ്രൈസ് ഇപ്പോൾ പ്രീമിയത്തിലാണ് അതുകൊണ്ട് സെല് ചെയ്യാം എന്ന് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം പ്രൈസിന്റെ ട്രെൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ട്രെൻഡാണോ ആ ട്രെൻഡ് അനുസരിച്ചിട്ട് വേണം പ്രൈസ് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യാൻ. അതായത് ഒരു അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഡിസ്കൗണ്ടിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ബൈ ചെയ്യുക. ഓക്കെ, ഒരു ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് അതിന്റെ പ്രീമിയത്തിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് സെല് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പൊ ഇത് പ്രൈസ് എന്തായാലും ഇങ്ങോട്ടേക്ക് താഴേക്ക് വരുമല്ലോ, അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് വരെ മാർക്കറ്റ് വരും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്തൂടെ, ഈ ഒരു മൂവ്മെന്റ് എടുത്തൂടെ എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്. ഓക്കെ, പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മാർക്കറ്റ് ഡിസ്കൗണ്ടിലേക്ക് വരണം എന്നൊരു നിർബന്ധം ഇല്ല. എപ്പോഴും ഡിസ്കൗണ്ട് തന്നെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് പോകണം എന്ന് നിർബന്ധമില്ല. പക്ഷെ മാർക്കറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം ഡിസ്കൗണ്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന ട്രേഡ് ഒരു അപ് ട്രെൻഡിൽ ഈ പ്രീമിയം ഏരിയയിൽ നിന്ന് ഡിസ്കൗണ്ട് വരെ ഈ ഒരു 50% വരെ എടുക്കുന്ന ആ ഒരു ട്രേഡ് ആക്ച്വലി കൗണ്ടർ ട്രേഡ് ആണ്. ഓക്കെ, കൗണ്ടർ ട്രേഡ് മീൻസ് ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് അവർ ട്രെൻഡ്. നമ്മുടെ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ അല്ലെങ്കിൽ ആ ഒരു ട്രേഡിന്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ഓക്കെ, നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മാർക്കറ്റ് ഡിസ്കൗണ്ടിലേക്ക് വന്നാൽ ഇവിടെ പ്രോപ്പർ സോണുകൾ ഉണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡ് എടുക്കും. അത് തന്നെ ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഏതിനായിരിക്കും? ബൈ ട്രേഡ് എടുക്കാനായിരിക്കും. എന്നാൽ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക ഏതായിരിക്കും? ഒരു സെൽ ട്രേഡ് എടുക്കാനായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? എനിബഡി ഡൗട്ട് ഉണ്ടോ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം? അപ്പൊ അത് ടൈം ഫ്രെയിം നോക്കണ്ടോ? ടൈം ഫ്രെയിം നോക്കണം. നമ്മൾ ട്രേഡ് എടുക്കുന്ന ആ ഒരു ഏരിയ ഞാൻ എത്തിയിട്ടില്ല. ലൈക്ക് നമ്മളിപ്പോ ഹയർ ടൈം ഫ്രെയിമിന്റെ
ആ ഒരു ഏരിയ മാത്രമാണ് പറഞ്ഞത്. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ എങ്ങനെ ഡിസ്കൗണ്ടും പ്രീമിയം കാണാം, എന്നിട്ട് ആ ഹയർ ടൈം ഫ്രെയിമിൽ പ്രീമിയം എത്തുമ്പോൾ പിന്നെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരാളുടെ ഹയർ ടൈം ഫ്രെയിം 50 മിനിറ്റ് ആണെങ്കിൽ 50 മിനിറ്റിന്റെ ഡിസ്കൗണ്ട് ടൈം പ്രീമിയം കാണുക, എന്നിട്ട് ചെറിയ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കുക. ഓക്കെ, ഈ ട്രേഡിംഗ് റേഞ്ച്, അതായത് ബോസിന്റെ അടുത്ത് അങ്ങനെ ആയിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? ട്രേഡിംഗ് റേഞ്ച് എപ്പോഴും ഒരു ബോസിലുള്ള ട്രേഡിംഗ് റേഞ്ച് എടുക്കുക, അല്ലെങ്കിൽ ഒരു MSS കിട്ടിയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് എടുക്കുക. ഓക്കെ, കൗണ്ടർ ട്രേഡ് ബ്രോ സിമ്പിളി ഇങ്ങനെയാണ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യുന്ന മാർക്കറ്റ് മുകളിലേക്ക് പോവാണ് അല്ലേ, ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യണത്, ഈ ഒരു ഡിസ്കൗണ്ടിലേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, എന്നിട്ട് ബൈ ചെയ്യും. ഇതാണ് ആക്ച്വലി നമ്മൾ അവിടെ ചെയ്യേണ്ട ട്രേഡ്. എന്നാൽ ചില സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു സിങ് ലോ ഉണ്ടാക്കി അഗൈൻ ഒരു സിങ് ഹൈ ഉണ്ടാക്കി, അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വരുന്ന ഈ ഒരു മൂവ്മെന്റ്, ഇത് ആക്ച്വലി ഒരു അപ് ട്രെൻഡ് മാർക്കറ്റാ. അവിടെ പോയിട്ട് നമ്മൾ ബൈ ചെയ്യുന്നതിന് പകരം സെല്ല് ചെയ്യുന്നു, ഡിസ്കൗണ്ടിലേക്ക് വരും എന്നൊരു രീതിയിൽ സെല്ല് ചെയ്യുന്നു. ആ ഒരു ട്രേഡിനെയാണ് നമ്മൾ കൗണ്ടർ ട്രേഡ് എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്കൊരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി, സിങ് ഹൈ കിട്ടി, സിങ് ലോ കിട്ടി. അപ്പൊ മാർക്കറ്റ് ഇവിടെയൊക്കെ നോക്കുമ്പം ഇതിന്റെ ഡിസ്കൗണ്ടിലാണുള്ളത്. ഓക്കെ, ഇതൊരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ സെല്ല് ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കുക. അപ്പോൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ എത്തണം, പ്രീമിയത്തിൽ മാർക്കറ്റ് എത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് പ്രീമിയത്തിലേക്ക് മാർക്കറ്റ് പോവും എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു കൗണ്ടർ ട്രെൻഡിനെയാണ് നമ്മൾ കൗണ്ടർ ട്രേഡ് എന്ന് വിളിച്ചത്. ഓക്കെ, Sir, the ഡിസ് GAN box has to be drawn in downtrend from high to low, in uptrend low to high. No, Correct, sir? it is not necessary. It can be used simultaneously, low to high. Okay. One thing you have to assure is the 50%, Okay. below the 50% is discount, and the above the 50% is premium. Okay. Okay. That's Thank it. you. In any trend, it is the same. Okay, sir. ഡിസ്കൗണ്ടിൽ 1 candle wick ആണെങ്കിലും മതിയോ? 1 candle wick ആണെങ്കിലും, ഐ മീൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണോ? അതായത് ഡിസ്കൗണ്ടിലേക്ക് മാർക്കറ്റ് ഇവിടേക്ക് ഒരു ക്യാൻഡിൽ വന്നു, ആ ക്യാൻഡിലിന്റെ വിക്ക് മാത്രം മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നു, അപ്പൊ ഈ ഒരു വിക്ക് മാത്രം വന്നാൽ മതിയോ എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ ചോദിച്ചാൽ? വിക്ക് മാത്രം വന്നാൽ മതി. ഓക്കെ, മാർക്കറ്റ് അവിടെ പ്രസന്റ് ആയാൽ മതി, ബോഡി തന്നെ വരണം എന്നില്ല. ഓക്കെ, പക്ഷേ അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് വരാം. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. ആ സോ നമ്മളിപ്പം ഒരു ഇൻട്രാഡേ ട്രേഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഫോർ ആ എക്സാമ്പിൾ നിഫ്റ്റിയിലാണെന്ന് വിചാരിച്ചു. സോ അപ്പൊ നമ്മൾ ഈ ഒരു ട്രെൻഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ഡേ ട്രെൻഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ട്രെൻഡ് മീൻസ് സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ട്രെൻഡ് നോക്കുക. അതായത് നിങ്ങൾ ഏത് ഓക്കെ ടൈം ഫ്രെയിം ആണോ നോക്കുന്നത്, ആ ഒരു ടൈം ഫ്രെയിമിന്റെ സ്ട്രക്ചർ ആയിരിക്കും നോക്കുക. ഇവിടെ ഇപ്പൊ ഓക്കെ ഞാൻ ഈ ബോസ് കിട്ടിയേക്കുന്നത് എനിക്ക് ഫ്രൈഡേ 19th ജൂണിനാ. ഓക്കെ, എന്നിട്ട് ആ മാർക്കറ്റിൽ ഒരു റീട്രേസ്മെന്റ് വന്നിട്ട് അതിന്റെ ഒരു 50% എബോ അഥവാ പ്രീമിയത്തിലേക്ക് വന്നത് എന്നാ നോക്കി, 26 നെക്സ്റ്റ് ഫ്രൈഡേയിലാ വന്നേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മാത്രം വെച്ചിട്ടല്ല നോക്കുക. ഓക്കെ, ഓക്കെ നമ്മൾ ഏത് ടൈം ഫ്രെയിം ആണോ നോക്കുന്നത്, ആ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് കാണിക്കുന്ന സ്ട്രക്ചർ, ആ സ്ട്രക്ചർ അനുസരിച്ചാണ് നമ്മൾ ഇതിന്റെ ട്രെൻഡ് ഓക്കെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഈ പ്രീമിയം അതുപോലെ തന്നെ 50% തമ്മിൽ നല്ല മീൻസ് വൈഡ് ആണ് ഇത്. നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ ഈ റിവേഴ്സൽ ട്രേഡ് കൺസിഡർ ചെയ്യുന്നത്. അതങ്ങനെ വൈഡ് അങ്ങനെ ഒരു ഏരിയ ഇല്ല. ലൈക്ക് നിങ്ങളെപ്പോഴും ഒരു റിവേഴ്സ് ട്രേഡ് എടുക്കുമ്പോൾ അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, അത് അഗെയിൻസ്റ്റ് കൗണ്ടർ കൗണ്ടർ ട്രെൻഡ് ആണ്. ട്രേഡ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി നിങ്ങൾ ആലോചിക്കുക. ലൈക്ക് അതിന്റെ ഒരു പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. കാരണം മാർക്കറ്റിന്റെ എഗെയിൻസ്റ്റ് ട്രെൻഡ് ആണ്. മാർക്കറ്റ് എവിടേക്കാണ് ടെൻഡ് ചെയ്യുന്നത്, കൂടുതലും ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്
താഴേക്കാണ് ടെൻഡ് ചെയ്യുന്നത് അല്ലെ, ഇങ്ങോട്ടേക്കാണ് മാർക്കറ്റിന്റെ ഒരു ഓക്കെ. ഇന്റൻഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളിപ്പോ ഡിസ്കൗണ്ട് ഏരിയ ഇപ്പൊ കുറച്ച് ഇത്രയും മുകളിലാണ്, അതുകൊണ്ട് ഇത്രയും എന്തായാലും പോകും അങ്ങനെ വിചാരിച്ച ഒരിക്കലും ട്രേഡ് എടുക്കല്ലേ. ഓക്കെ, ഓക്കെ. നിങ്ങൾക്ക് എന്ത് ഓക്കെ. മതി, ഈ ഒരു സെല്ല് ഇവിടെ വന്നിട്ടുള്ള സെല്ല് എടുത്താൽ മതി. ഓക്കെ, നമ്മൾ അങ്ങനെ അഗ്രസീവായി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിങ്ങനെ നല്ലൊരു സേഫായി എടുക്കുന്ന ട്രേഡ് അല്ലേ ഏറ്റവും നല്ലത്. ഓക്കെ. ഓക്കെ. കാരണം നമുക്ക് ആകെ ഇവിടെ സേഫ് ആക്കാൻ പറ്റുന്ന കാര്യം നമ്മുടെ ക്യാപിറ്റലാണ്, മാർക്കറ്റിന്റെ ട്രെൻഡ് അല്ല. ഓക്കെ, ആ ഒരു ഗോട്ട് കാര്യം ഇറ്റ്. ഇപ്പോഴും മനസ്സിലാക്കും. മനസ്സിലായി. താങ്ക് യു. ഓക്കെ, കൗണ്ടർ നോട്ടീസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, Sir, can you please explain the same in market structure change also? മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് അത് ഞാൻ പറയാം. Ah, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഒരു MSS കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? ഇവിടെ നമുക്കൊരു MSS കിട്ടി. ഓക്കെ, ഞാനതിന് ഒന്ന് റീപ്ലേ ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ മാർക്കറ്റ് ഇവിടെ താഴേക്ക് ഡിസ്പ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഇനി എന്ത് വേണം? ഇവിടെ ലേറ്റസ്റ്റ് ഹൈ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ലോ ആയിരുന്നു മാർക്കറ്റ് എന്ത് ചെയ്യേണ്ടത്? ഇപ്പൊ ഇതും കൂടി കാണിക്കാം. ലൈക്ക് ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. അതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് എന്ത് ചെയ്തു? ബ്രേക്ക് തന്നു അല്ലെ, നമുക്കിവിടെ MSS തന്നു. അതൊരു ബിയറിഷ് MSS ആയതുകൊണ്ട്, ബിയറിഷ് മീൻസ് താഴേക്കുള്ള MSS ആയതുകൊണ്ട് ഞാനിവിടെ MSS മൈനസ് എന്ന് രേഖപ്പെടുത്തി. ഓക്കെ, ഇനി മുകളിലേക്കുള്ള MSS ആണെന്നുണ്ടെങ്കിൽ MSS പ്ലസ് എന്ന് രേഖപ്പെടുത്താം. അത് ഓരോരുത്തരുടെ കൺവീനിയന്റ് ആണ്, രേഖപ്പെടുത്തിയാലും അല്ലെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ഇനി മാർക്കറ്റിൽ എനിക്കൊരു റീട്രേസ്മെന്റ് വരണം. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ എന്ത് മാർക്ക് ചെയ്യാം? ലോ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ട്രേഡിംഗ് റേഞ്ച് കിട്ടി. ട്രേഡിംഗ് റേഞ്ച് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിന്റെ രണ്ട് ഏരിയാസ് കണക്ട് ചെയ്തിട്ട്, അതായത് സിങ് ഹൈ സിങ് ലോ കണക്ട് ചെയ്തിട്ട് ഗ്യാൻ ബോക്സ് വരക്കാം. ഓക്കെ, ഈ ഗ്യാൻ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്നാണ് സെല് ചെയ്യേണ്ടത്? ഇവിടെ അപ്പർ പാർട്ടാണോ ലോവർ പാർട്ടാണോ? from premium day. എന്തുകൊണ്ട് ഞാൻ പ്രീമിയത്തിൽ നിന്ന് സെല് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ഇറ്റ് ഓൾറെഡി ചേഞ്ച് ദ ട്രെൻഡ് Change the അല്ലെ. character. യാ, അപ്പോൾ നമുക്കിവിടെ MSS ഇവിടെ കിട്ടി. MSS കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം മാർക്കറ്റിൽ അപ് ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡിലേക്ക് വന്നു, റൈറ്റ്? അപ്പോൾ നമുക്ക് ഈ ഒരു പ്രീമിയം എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ പ്രീമിയത്തിൽ നിന്ന് പ്രോപ്പർ സോണിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ട്രേഡ് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ? അഗൈൻ Yeah, clear, sir. Thank you. ഓക്കെ, സോ ഇപ്പം നമുക്ക് ഒരു പ്രീമിയം ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡൗട്ട് എന്ന് പറയുന്ന കാര്യം, ഇവിടുന്ന് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഒരു പ്രൈസ് റേഞ്ച് മാത്രമാണ് അല്ലെ. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസ് ഏരിയ അല്ല. ഇവിടുന്ന് ഇത്രയും ഏരിയ പ്രീമിയം ആണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇത്രയും ഏരിയ ഡിസ്കൗണ്ട് ആണ്. ഇവിടുന്ന് എവിടുന്ന് ഞാൻ ബൈ എടുക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ എവിടുന്ന് സെല് ചെയ്യും? അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂട്ടീൻ വരേണ്ടത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് ഞാൻ എൻ്റെ ട്രേഡിംഗ് സോൺ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, തേർഡ് ആയിട്ട് ഞാൻ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയും വലിയൊരു സോണ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. മാർക്കറ്റ് ഈ ഒരു പ്രീമിയം വരുമ്പോൾ ഒക്കെ സെല് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ സോൺ. ഓക്കെ, ഇനിയാണ് നമ്മൾ സോണുകൾ കണ്ടെത്താൻ പോകുന്നത്. ഈ ഒരു പ്രീമിയത്തിനകത്ത് എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റിയ ഏരിയ എവിടെയാണ്? ആ ഓരോ ഏരിയാസിനെയാണ് നമ്മൾ സിംപ്ലി സോൺ എന്നുള്ള പേരിലൊക്കെ വിളിക്കണേ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പേരും വിളിക്കാം, ലൈക്ക് സോൺ എന്നോ ഏരിയ എന്നോ ഇല്ല പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നോ POI എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവാം POI അഥവാ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കുറെ ഫാൻസി നെയിംസ് കേൾക്കും. ഓക്കെ, നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, അതെന്താ ഇതെന്താന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ ഒരു സോൺ എന്നുള്ളത് നിങ്ങൾക്ക് ഏത് പേരും വിളിക്കാം. ഇത് ഓരോരുത്തരിട്ട പേരാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഓക്കെ, ആ സോൺ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ സോൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോണുകളെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാൾക്കാരെ നമ്മൾ അറിയണം. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും രണ്ട് സോണുകളെ വരുന്നുള്ളൂ. ഒരു സപ്ലൈ സോണും ഒരു ഡിമാൻഡ് സോണും. ഓക്കെ, ഒരു സപ്ലൈ സോണ് ആൻഡ് ഒരു ഡിമാൻഡ് സോണ്. ഓക്കെ, ഞാൻ കുറെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നൊന്നും പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കണില്ല. നമുക്ക് വേണ്ട സിമ്പിളായ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോവാണ്. ലൈക്ക് മീൻസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതൽ എന്താ പറയാ ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഇതിനെ പറ്റി ആലോചിക്കണ്ട. വേറെയുള്ള പേരുകൾ കേട്ടോ, സപ്പോർട്ട് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ SNR ലെവൽ, അങ്ങനെ പലതും നിങ്ങൾ കേൾക്കാം. ഓക്കെ, ഒരു സപ്ലൈ സോൺ ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ സിംപിളി ഇത്രേ ഉള്ളൂ. മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ സെല്ല് നടക്കുന്ന ഒരു ഏരിയ. ഓക്കെ, ആ ഒരു ഏരിയയാണ് മാർക്കറ്റിന്റെ സപ്ലൈ സോൺ. അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ബൈ നടക്കുന്ന ഒരു ഏരിയ. കണ്ടിന്യൂസ് ബൈ മീൻസ് എപ്പോഴും അവിടെ വരുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ബൈ ചെയ്തു പോകും എന്നല്ല. മാർക്കറ്റിൽ രണ്ടോ അതിലധികം തവണയോ അല്ലെങ്കിൽ ഒന്നോ അതിലധികം തവണയോ ബൈ നടന്ന ഏരിയയാണ് ഡിമാൻഡ് സോൺ. ഓക്കെ, അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ സോൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ സെല്ല് നടക്കുന്ന ഏരിയ. ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു എന്ത് സ്ട്രക്ചറാണ് ഇവിടെ? മാർക്കറ്റിന്റെ ഏത് സ്ട്രക്ചറാണ്? അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, അഥവാ കൺസോൾട്ടേഷൻ ആണോ? കൺസോൾട്ടേഷൻ ആണ് അല്ലേ? കാരണം മാർക്കറ്റ് ഒരു ഏരിയയിൽ എത്തുമ്പോൾ അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. അതേപോലെ മാർക്കറ്റ് ഒരു ഏരിയയിൽ എത്തുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ മാർക്കറ്റിനെ താഴേക്ക് മൂവ് ചെയ്യുന്ന സെല്ലേഴ്സ് ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ആണ്. ഓക്കെ, മാർക്കറ്റിനെ ഇവിടെ എത്തിയിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ബൈയിങ് നടത്തുന്ന ആരിവിടെ അവൈലബിൾ ആണ്? ബയ്യേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ ബയ്യേഴ്സ് ഉള്ള ആ ഒരു ഏരിയ, ആ ഒരു സോണിനെയാണ് നമ്മൾ ഡിമാൻഡ് സോൺ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സപ്ലൈ സോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ സെല്ലേഴ്സ് ഉള്ള ആ ഒരു സോണിനെയാണ് നമ്മൾ സപ്ലൈ സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. നമുക്ക് ചാർട്ടിലേക്ക് വരാം, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ട്രേഡിംഗ് സോൺ, ട്രേഡിംഗ് റേഞ്ച്, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ബോത്ത് ആർ സെയിം. ഓക്കെ, നമുക്കൊരു കുറച്ച് മുന്നേ ഉള്ള ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ഡേറ്റ് എടുക്കാം. ഓക്കെ, ഒരു മാർച്ച് 3 മുതൽ നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ ഇവിടെ മുതൽ മാർക്ക് ചെയ്യുവാണേ. ഈ ഒരു ഏരിയ മുതൽ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഏരിയ മുതലാണ് മാർക്കറ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. ഞാൻ മുമ്പുള്ള ഈ ഒരു സ്ട്രക്ചർ ഒന്നും ഞാൻ അവിടെ നോക്കുന്നില്ല. ഞാൻ ഈ ഒരു ഏരിയ ആണ് നോക്കണേ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ലോ ഉണ്ട് അല്ലെ? ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ എന്ത് വന്നു? ഒരു റീട്രേസ്മെന്റ് വന്നു അല്ലേ? ഇവിടുന്ന് മാർക്കറ്റിൽ ഒരു റീട്രേസ്മെന്റ് വന്നു. ഞാൻ ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്കൊരു റീട്രേസ്മെന്റ് ഇവിടെ സംഭവിച്ചു. ഓക്കെ, അപ്പം റീട്രേസ്മെന്റ് സംഭവിക്കുമ്പോൾ നമുക്ക് ഇവിടെ രണ്ടാൾക്കാരെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടെ ഒരു ലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ റീട്രേസ്മെന്റ് വന്നിട്ടുണ്ട്, സ്ട്രക്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് റേഞ്ച് ഞാൻ മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ ട്രേഡിംഗ് സോൺ ഞാൻ മാർക്ക് ചെയ്തു. ഇനി എനിക്ക് ഇതിന്റെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുത്തെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം കൂടി മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് മാർക്കറ്റ് നമ്മുടെ ഡിസ്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഡിസ്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടിൽ വന്നാൽ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ടിൽ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് എൻട്രി കയറണോ, അല്ലെങ്കിൽ ഇവിടുന്ന് എൻട്രി കയറണോ, ഇവിടുന്ന് എൻട്രി കയറണോ? ഈ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സോണ് കൊണ്ട് നമ്മൾ നിശ്ചയിക്കുന്ന കാര്യം. ഓക്കെ, ഓക്കെ, ഇവിടെ ബോസ് വേണ്ട, ഇവിടെ നമുക്കൊരു MSS കിട്ടിയില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിലും ഇവിടെ ഒരു MSS കിട്ടിയില്ലേ? ഞാൻ ആ സ്ട്രക്ചർ അവിടെ മാപ്പ് ചെയ്തില്ല, അപ്പോഴാണ് പ്രോപ്പറായിട്ട് എവിടെയാണ് MSS വരുന്നതെന്ന് മനസ്സിലാവുക. ഓക്കെ, ഇവിടെ നമുക്ക് MSS കിട്ടി. MSS കിട്ടുമ്പം നമുക്ക് ഇവിടെ മുകളിലേക്കാണല്ലോ ബ്രേക്ക് വന്നേ. അപ്പം നമ്മളിവിടെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എടുത്തു.
ഡിസ്കൗണ്ടും പ്രീമിയം എടുക്കുമ്പോൾ നമുക്കിവിടെ ബൈ ചെയ്യാനാണ് നമ്മുടെ ടെൻഡൻസി. എന്തുകൊണ്ട്? ഇവിടെ MSS വന്നിട്ടുണ്ട്, അപ് ട്രെൻഡിലേക്ക് മാറി എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ബൈ ചെയ്യാനുള്ള ആ ഒരു സോണ് കിട്ടണം. ഞാൻ പറഞ്ഞു ഡിമാൻഡ് സോണിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ബൈ ചെയ്യുക. ഓക്കെ, ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിലാണ് നമ്മൾ ബൈ ചെയ്യുക. ആ ഒരു സോണിൽ ഡിസ്കൗണ്ട് ഏരിയയിൽ നമുക്കൊരു ഡിമാൻഡ് സോൺ കിട്ടണം. ഓക്കെ, ഡിസ്കൗണ്ട് ഏരിയയിൽ നമുക്കൊരു ഡിമാൻഡ് സോൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു റീട്രേസ്മെന്റ് വന്ന് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുള്ളൂ. ഓക്കെ, അതേപോലെ ഒരു സപ്ലൈ ഏരിയയിൽ നിന്ന് മാത്രമേ ഒരു പ്രീമിയത്തിലുള്ള സപ്ലൈ ഏരിയ ആവണം. പ്രീമിയം റേഞ്ചിൽ നമുക്കൊരു സപ്ലൈ ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവിടുന്ന് സെല്ല് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐഡിയ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ സോണുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ സോൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ മീൻസ് ഒരു ഡിമാൻഡ് സോണ് ഉണ്ടാവാൻ ഫസ്റ്റ് തിങ് അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഓർ MSS നടന്നിട്ടുണ്ടാവണം. ഓക്കെ, നമ്മൾ എവിടെയാണോ ഒരു ഡിമാൻഡ് സോൺ, ഇപ്പൊ ഈ ഒരു സിംഗിലാണ് ഒരു ഡിമാൻഡ് സോൺ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ, ഈ ഒരു സിംഗ് ലോ ടു ഈ ഒരു സിംഗ് ഹൈ അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിലാണ് നമ്മൾ ഡിമാൻഡ് സോൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോണേ. അവിടെ ഒരു BOS ഓർ MSS നടന്നിട്ടുണ്ടാവണം. ഇവിടെ ഒരു MSS ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ അവിടെ ഓക്കെ ആയി. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ബേസ് ക്രിയേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയൊരു വേർഡും കൂടി ഇവിടെ കാണുകയാണ്. പുതിയ വേർഡ് മാത്രമാണ്, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ബേസ് ക്രിയേഷൻ, ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ബേസ് എന്താന്ന് പറയാം. ആൻഡ് തേർഡ് വൺ ഡിമാൻഡ് സോണിന്റെ കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നത്. ഓക്കെ, ഫോർ ഡിമാൻഡ് സോൺ. തേർഡ് വൺ ഡിസ്കൗണ്ട് ഏരിയ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഒരു ഡിമാൻഡ് സോണിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഒരു ഡിമാൻഡ് സോണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ 3 കാര്യങ്ങൾ. ആദ്യം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു MSS നടന്നിട്ടുണ്ടാവണം. അടുത്തത് മാർക്കറ്റ് ഒരു ബേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഈ ഒരു ബേസ് ഉണ്ടല്ലോ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു ബേസ് നമ്മുടെ ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കണം. അപ്പൊ നമുക്കിവിടെ മനസ്സിലാവാത്ത ഒരൊറ്റ കാര്യമുള്ളൂ, എന്താണ് ബേസ് അല്ലെ. അപ്പോൾ എന്താണ് ബേസ് എന്നുള്ളതിലേക്ക് വരാം. അതിനു മുന്നേ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായോ? Yes, sir. ബേസ് എന്താണെന്നല്ല ഇനി കൺഫ്യൂഷൻ ഉള്ളൂ. ഓക്കെ അല്ലേ? അതോ മൊത്തത്തിൽ Yes, കിളി sir. പോയോ എല്ലാവരുടെയും? ഇല്ല സർ, മനസ്സിലായി. ഓക്കെ, സോ നമുക്കൊരു ചാർട്ട് എടുക്കാം. ഇപ്പൊ ഞാൻ മാർക്കറ്റിൽ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, പിന്നെ മാർക്കറ്റ് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്, നമ്മുടെ ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വരികയാണ്. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വെക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ബേസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നതിന് മുമ്പായിട്ട് എവിടെയാണ് മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്തത് എന്ന് നോക്കുക. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് സിംഗിൾ കാൻഡിൽ കൊണ്ട് ആവില്ല മൂവ് ചെയ്യുക. ചില സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യും, കുറച്ചൊന്ന് മാർക്കറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു കൺസോളിഡേഷൻ പോലെ ചെറിയൊരു ഒരു റേഞ്ചിങ് പോലെ നിന്നിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആ ഒരു റേഞ്ചിങ് പോലെ നിന്ന ഏരിയ, ആ ഒരു കൺസോൾട്ടേഷൻ പോലെ നിന്ന ഏരിയയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കണത്. ഓക്കെ, നമുക്കിനി എക്സാമ്പിളിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം ക്ലിയർ ആവും. ഓക്കെ, അതിന്റെ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇപ്പൊ ഇവിടെ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്ന സമയം നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നു. ഓക്കെ, ഈ ഒരു രീതിയിൽ വന്നു. ഇവിടെ കുറച്ചു നേരം ഒന്ന് താഴേക്കും മുകളിലേക്കും നിന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, മുകളിലേക്ക് പോയത് അല്ലെ. അപ്പം ആക്ച്വലി എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഇവിടുത്തെ ബേസ്. ഓക്കെ, ഈ ബേസ് ആണ് ആക്ച്വലി നിങ്ങളുടെ ഡിമാൻഡ് ഏരിയ.
അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ. എന്തുകൊണ്ട് ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഒന്ന് ചെറിയ രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്തു. ഈ ഒരു ബേസ് നിങ്ങൾ എടുക്കുമ്പോൾ അധികവും 1 hour ആൻഡ് എബോവ് ടൈം ഫ്രെയിമിൽ മാത്രം കൺസിഡർ ചെയ്യുക. കാരണം 15 മിനിറ്റിലൊക്കെ നിങ്ങൾക്ക് കുറേ കൺസോൾട്ടേഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പർ ഡിമാൻഡ് സോൺ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. 15 മിനിറ്റ് ഹയർ ടൈം ഫ്രെയിം ആക്കി എടുക്കുന്ന ആൾക്ക് ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ കൺസിഡർ ചെയ്യാം. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒന്നുകിൽ 1 hour ആൻഡ് എബോവ് ടൈം ഫ്രെയിമിലുള്ള ഹയർ ടൈം ഫ്രെയിം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റ് ഈ ഒരു ബേസിലേക്ക് വന്നിട്ടുണ്ടോ? ഈ ഒരു ബേസ് അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഈ ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മാർക്കറ്റ് അവിടുന്ന് ഇപ്പൊ മൂവ് ചെയ്തു. നമുക്ക് നോക്കാം. ഓക്കെ, അയ്യോ, ഓക്കെ. ഇപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്ത്? നമ്മുടെ ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്തു അല്ലെ? നമ്മുടെ ഹൈ മാർക്കറ്റ് വീണ്ടും ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ബേസ് അവിടെ കിടക്കുകയാണ്. ഈ ബേസിൽ മാർക്കറ്റ് വീണിട്ടില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ബേസ് അവിടെ തന്നെ നിങ്ങൾ വരക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിന്റെ പുതിയ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ലോ ടു ഈ ഹൈ ആണ്. ഓക്കെ, അതൊരു റീട്രേസ്മെന്റ് കിട്ടുന്നത് വരെ ഈ ഒരു ഹൈ ഇവിടെയാണ്. നെക്സ്റ്റ് മാർക്കറ്റ് റീട്രേസ്മെന്റ് തരാതെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ നീട്ടി വരക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റീട്രേസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൽ ഇവിടെ റീട്രേസ്മെന്റ് വന്നു അല്ലെ? ഇവിടെ 2 ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ റീട്രേസ്മെന്റ് വന്നു. ബട്ട് മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് നമ്മുടെ ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വരെ വന്നിട്ടില്ല. ഓക്കെ, ഹവർ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള ബേസ് ഉണ്ടോ നോക്കാം. ഈ ഒരു ഏരിയയിൽ ഡിസ്കൗണ്ടിലായിരിക്കണം ബേസ്. ഇവിടെ ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ? ഇതൊരു ബേസ് ആണ്. ഇത് ഒരു ഡിമാൻഡ് സോൺ ആണ്. ഓക്കെ, ഇതൊരു ഡിമാൻഡ് സോൺ ആണ്. ഓക്കെ, ഇനി കാരണം ഇവിടെ മാർക്കറ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, മാർക്കറ്റ് ഒന്ന് ചെറിയ രീതിയിൽ മാർക്കറ്റ് ഇവിടെ 2 ക്യാൻഡിൽ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി 4 ഹവറിന്റെ ക്യാൻഡിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലിന്റെയും ബോഡി ഒരേ ഏരിയയിലല്ലേ? അതേപോലെ ഈ ക്യാൻഡിൽ, ഈ 3 ക്യാൻഡിലും ഈ ഒരു ഏരിയനകത്താണ് മാർക്കറ്റ് ഉള്ളത്. ഈ ഒരു ഹൈന്റെയും ഈ ഒരു ലോന്റെ ഇടയിലാണ് ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് നിന്നത് അല്ലെ? ഇത് 4 മണിക്കൂറിന്റെ 3 ക്യാൻഡിലാ. അതായത് ഒരു ദിവസം 12 മണിക്കൂർ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കിടന്ന് നിൽക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിനർത്ഥം ഇവിടെ ഒരു കൺസോളേഷൻ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 hour അല്ലെങ്കിൽ ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, 50 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബേസ് അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഈ ഒരു ഹൈ, ഈ ഒരു ലോ, ഈ ഒരു ഹൈന്റെ ഇടയിൽ മാർക്കറ്റ് നിൽക്കുന്നത് കണ്ടോ? ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു ബേസ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി മാർക്കറ്റ് എന്ത് ചെയ്ത്? ഇവിടെ നമുക്കൊരു ബേസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും ഏരിയ ഒരു ബേസ് ഏരിയ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും മാർക്കറ്റ് ആ ഒരു ഏരിയ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. യെസ്, മാർക്കറ്റ് ഇവിടെ പുതിയ ഒരു ബ്രേക്ക് ഇങ്ങോട്ടേക്ക് തന്നു. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. പുതിയ സിംഗ് ലോ, പുതിയ സിംഗ് ഹൈ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായി. ഇവിടെ നമുക്ക് പുതിയ സിംഗ് ലോ ഉണ്ട്. അപ്പോൾ പുതിയ സിംഗ് ഹൈ നമുക്ക് വരണം. ഓക്കെ, ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ എന്ത് ഐഡന്റിഫൈ ചെയ്യാം? നമ്മുടെ ബേസിനെ ഐഡന്റിഫൈ ചെയ്യാം. ആക്ച്വലി ഈ ഒരു ക്യാൻഡിലിനകത്താണ് ഈ പറയുന്ന 1 2 3 4 ക്യാൻഡിൽസ് ഉള്ളത്. നമുക്ക് ഇവിടെ ഒരു ബേസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഒരു ബേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിമാൻഡ് സോണ്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. വെയിറ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ ഒരു റീട്രേസ്മെന്റ് വന്നു. സോ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഏരിയ ഇവിടേക്ക് റീഡ്രോ ചെയ്തിട്ടുണ്ട്. കാരണം ഇതാണ് സിംഗ് ലോ, ഇതാണ് സിംഗ് ഹൈ, ഇവിടെ ഡിമാൻഡ് സോൺ ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു തിയറി പ്രകാരം മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് റെസ്പെക്ട് ചെയ്യണം. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ കാര്യം. മാർക്കറ്റ് നമ്മുടെ ഡിമാൻഡ് സോണിൽ നിന്നല്ലേ റെസ്പെക്ട് ചെയ്തത്? ക്ലിയർ? Yes. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വീണ്ടും മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ, വീണ്ടും മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു അല്ലേ? ആദ്യം ഒരു വട്ടം ഇവിടെ ടാപ്പ് ചെയ്ത്, രണ്ടാമത്തെ വട്ടം ടാപ്പ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ഒന്ന് മുകളിലേക്ക് കയറി. ഓക്കെ, നിങ്ങൾ മുകളിലേക്ക് കയറുക മീൻസ് ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടാവുക, ഇത് 4 ഹവറിന്റെ ചാർട്ടാണ്. ഓക്കെ,
4 ഹവറിന്റെ ചാർട്ടിൽ മാർക്കറ്റ് ഇത്ര മൂവ്മെന്റ് ഇവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം എത്ര പിപ്പ് മൂവ് ചെയ്തെന്ന് നോക്കുക. എറൗണ്ട് എത്ര പിപ്പ് മൂവ് ചെയ്തിട്ടുണ്ട്? 89 പിപ്പ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 89 പിപ്പ് മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻട്രാഡേ ട്രേഡർ എന്നുള്ള അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെഷൻ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 20 to 30 പിപ്പ് ഒക്കെ ഇവിടെ ക്യാച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും വലിയ മൂവ്മെന്റ് ഒന്നും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത് 4 ഹവറിലല്ല, 50 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 10 പിപ്പോ അല്ലെങ്കിൽ ഒരു 15 പിപ്പ്, ഓക്കെ, ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും. 10 to 15ന്റെ ഇടയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് 10 പിപ്പാണെന്നുണ്ടെങ്കിൽ 20 പിപ്പ് അല്ലെങ്കിൽ 30 പിപ്പ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഓഫ് 40 പിപ്പ്, ഈ ഒരു റേഞ്ചിൽ മാത്രം നമുക്ക് ഇവിടെ കിട്ടിയാൽ മതി. ആ മാർക്കറ്റിൽ നിന്ന് അത് അവൈലബിൾ ആയാൽ മതി. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ 89 ഇവിടുന്ന് മാർക്കറ്റ് ഇത്രയല്ലേ മൂവ് ചെയ്തുള്ളൂ, പക്ഷെ ഇതൊരു 4 ഹവറിന്റെ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന 4 ഹവറിലല്ല, നമ്മൾ 50 മിനിറ്റിൽ ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 4 ഹവറിന്റെ ചാർട്ട് മാറ്റി 50 മിനിറ്റ് ആക്കും. 50 മിനിറ്റിന്റെ കൺഫർമേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്കിവിടെ ടാർഗറ്റ് 10 പിപ്പാണ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യണത്. അപ്പം ഒരു ലോട്ട് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര പിപ്പാ, എത്ര ഡോളറാ കിട്ടുക? 10 പിപ്പാകുമ്പോൾ എത്ര ഡോളർ ആയിരിക്കും അയാളുടെ സ്റ്റോപ്പ് ലോസ് വരിക? എത്ര ഡോളർ ആയിരിക്കും അയാളുടെ റിസ്ക് വരിക? 1 ലോട്ടാണ് ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്? എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ട് നോക്കുക. 1%. 1% റിസ്ക് ആണ്. ഇവിടെ നമ്മൾ ഒരു ലോട്ട് എടുത്തു കഴിഞ്ഞാൽ 10 പിപ്പാണ് മൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ എത്രയാണ് വരിക? $10. ഒരു പിപ്പിന് $10 ആണ് അല്ലേ? അതെ അതെ. ഒരു പിപ്പിന് $10. അപ്പൊ 10 പിപ്പിന് $100 അല്ലേ? നമ്മൾ $100 ഒന്നും റിസ്ക് ചെയ്യൂല. നമ്മൾ എത്ര ഡോളർ റിസ്ക് ചെയ്യുള്ളൂ? $50 റിസ്ക് ചെയ്യുള്ളൂ. ശരിയല്ലേ? ഓക്കെ, അത് നമ്മൾ ഓൾറെഡി $50 മീൻസ് 1% മാത്രം. 5,000ന്റെ അക്കൗണ്ട് ആണെങ്കിൽ മാത്രമാണ് $50 കിട്ടുന്നത്. നിങ്ങൾ എപ്പോഴും പോയി $50 റിസ്ക് ചെയ്യരുത്. 1% ആണ് റിസ്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരാളെ അക്കൗണ്ട് $10,000 അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. $10,000 അക്കൗണ്ടാണ്. അപ്പം അതിന്റെ 1% ആയിരിക്കും അയാൾ റിസ്ക് ചെയ്യണുണ്ടാവുക. അതിന്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 അല്ലേ? 100. അപ്പം അയാൾ ഈ ഒരു $10,000 നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് ഇവിടെ 1 ലോട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ അയാൾ എടുത്തു കഴിഞ്ഞാൽ 10 പിപ്പ് അയാൾക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ $100 പോവും. അതേസമയം നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നു. ഓക്കെ, പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഒരു 20 പിപ്പാണ് നിങ്ങൾ ക്യാച്ച് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, $200 നിങ്ങൾക്ക് കിട്ടി അല്ലേ? അല്ലെങ്കിൽ $300 കിട്ടി. റൈറ്റ്? ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയുള്ള ഐഡിയ പറഞ്ഞാണ്. നിങ്ങൾ അത് വിചാരിച്ച് ഒരു ലോട്ടൊന്നും പോയി എടുക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയാണോ അത് നോക്കി പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ട് മാത്രമേ ട്രേഡ് എടുക്കാവൂ. $10,000 അക്കൗണ്ടുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ഒരു മൂവ്മെന്റ് ചെറിയ മൂവ്മെന്റ് അല്ലേ എന്ന് നിങ്ങൾ കരുതരുത്. ഈ ഒരു സോണിൽ നിന്ന് നമുക്കൊരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ റിയാക്ഷൻ ആണ് നമ്മൾ ക്യാച്ച് ചെയ്യണത്. അതിന്റെ ബിഗ് ക്യാച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ക്യാച്ച് ചെയ്താൽ മതി. ഓക്കെ, $10 ആണ് റിസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം $20 എങ്കിലും പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവണം. ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത കാര്യം, വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? രണ്ടാമത്തെ വട്ടം ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, മൂന്നാമത്തെ വട്ടവും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺ. ഓക്കെ, ഒരു സപ്ലൈ സോൺ. അവിടെ മാർക്കറ്റിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞു. തേർഡ് ടാപ്പിൽ എന്ന് പറയുന്നത് മോസ്റ്റ്ലി എന്താവും? ഡേഞ്ചർ ആവും. ഓക്കെ, തേർഡ് ടാപ്പിലാണ് നിങ്ങൾ എൻട്രി കയറുന്നതെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് പണി കിട്ടും. കാരണം 2 പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ ബയേഴ്സിന്റെ ബൈയിങ് ക്യാച്ച് ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ പ്രാവശ്യവും മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് വരുമ്പം ഈ സോണിന്റെ ഒരു അവൈലബിലിറ്റി, ബയേഴ്സിന്റെ അവൈലബിലിറ്റി കുറഞ്ഞിട്ടുണ്ടാവും.
ഓക്കെ, അപ്പോൾ അത്തരം സിറ്റുവേഷൻ തേർഡ് ടാപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അവിടെ നിങ്ങൾ 1% ആണ് റിസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തേർഡ് ടാപ്പിൽ നിങ്ങൾ അതിന്റെ ഹാഫ് മാത്രം റിസ്ക് ചെയ്യുക. 0.5% റിസ്ക് ചെയ്യുക. അതായത് ആദ്യം ഈ ഒരു ഫസ്റ്റും സെക്കൻഡും ടാപ്പിൽ നിങ്ങൾ ഒരു $100 ആണ് റിസ്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ടാപ്പിൽ നിങ്ങൾ $50 മാത്രം റിസ്ക് ചെയ്യുക. ഓക്കെ, ഈ രീതിയിലായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം തേർഡ് ടാപ്പ് മിക്ക സമയങ്ങളിലും നമുക്ക് എന്താണ് സംഭവിക്കുക, ഈ ഒരു സോണ് ബ്രേക്ക് ആയി പോവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, നമുക്കിവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. മാർക്കറ്റിൽ ഈ ഒരു സോണ് പിന്നെ അവിടെ സസ്റ്റെയിൻ ചെയ്തോ? ഈ സോൺ തേർഡ് ടാപ്പ് ആയപ്പോൾ മാർക്കറ്റിൽ പിന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മാർക്കറ്റ് സിംപ്ലി ആ ഒരു സോണിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു അല്ലേ? അപ്പം നമുക്ക് ഇവിടെ സ്ട്രക്ചറും കിട്ടി. മാർക്കറ്റിന്റെ പുതിയ സ്ട്രക്ചർ ഇവിടെ അവൈലബിൾ ആയി. ഓക്കെ, ഏതാണ് സ്ട്രക്ചർ? ഇവിടെ MSS. MSS വന്നിട്ടുണ്ട്. ഓക്കെ, ഈ MSS വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു ഓൾറെഡി ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് നടന്ന ഒരു ഡിമാൻഡ് സോൺ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയാണ് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തത്. ഓക്കെ, അതിനെയാണ് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ പോവാണ്. ഓക്കെ ഓക്കെ, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പോവാണ്. സപ്പോസ് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് തിരിച്ചു വന്ന സമയത്ത് ആദ്യം ഒന്ന് റിയാക്ട് ചെയ്തൊന്ന് കയറി. ഓക്കെ, പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് ഈ ഡിമാൻഡ് സോണിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഈ ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഡിമാൻഡ് സോണിന്റെ സ്വഭാവം മാറും. പിന്നെ ഈ ഒരു ഡിമാൻഡ് സോണ് സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു റൂളിനെ പറയുന്ന പേരാണ് റോൾ ഓഫ് റിവേഴ്സൽ എന്ന്. ഓക്കെ, ഇതൊക്കെ ഒരു പേരിട്ടതാണ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, റോൾ ഓഫ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ സിമ്പിളി ഇത്രയേ ഉള്ളൂ. മുമ്പുണ്ടായിരുന്ന ഒരു ഡിമാൻഡ് സോൺ, ഒരു പ്രോപ്പർ ഡിമാൻഡ് സോണ് എപ്പോഴാണോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്യുന്നത്, പിന്നെ മുതൽ അത് ഡിമാൻഡ് സോൺ അല്ല, പിന്നെ അത് എന്തായി മാറി? സെല്ലേഴ്സ് ഉള്ള സപ്ലൈ സോണായി മാറി. കാരണം ഇവിടെ ആദ്യം ബയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ബയേഴ്സിനൊക്കെ ഔട്ട് ക്ലാസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഈ ഒരു സെല്ലിങ് നടന്നത് അല്ലേ? അവിടെയുള്ള ബയേഴ്സിന്റെ പവറൊക്കെ തീർന്ന് മാർക്കറ്റിൽ താഴത്തേക്ക് ബ്രേക്ക് കിട്ടി. ആ ഡിമാൻഡ് സോണിനെ അവിടെ ഇല്ലാതാക്കി. അതിനർത്ഥം എന്താ? ഇവിടെ ഈ ഒരു ഏരിയയിൽ കൂടുതൽ സെല്ലേഴ്സ് അവൈലബിൾ ആണെന്നല്ലേ? റൈറ്റ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പം ഇവിടുന്ന് തന്നെ സപ്ലൈ സോണായി എടുത്തിട്ട് മാർക്കറ്റിൽ സെൽ എൻട്രീസ് പ്ലാൻ ചെയ്യാം. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? Yes, sir. റോൾ ഓഫ് റിവേഴ്സൽ മനസ്സിലായോ? അതായത് ഒരു ഡിമാൻഡ് സോൺ അതിന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ സിംപ്ലി അത് ഇന്റർചേഞ്ച് ആയിട്ട് എന്തായി മാറും? സപ്ലൈ സോണായി മാറും. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ആ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ വന്നു. ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ തന്നെ മാർക്കറ്റ് ഒന്ന് റിജക്റ്റ് ആയത് കണ്ടോ? ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ തന്നെ മാർക്കറ്റ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു റിജക്ഷൻ ഇവിടെ വന്നത് കണ്ടോ? റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്തത് കണ്ടോ നിങ്ങൾ? മാർക്കറ്റ് ഇവിടെ എത്തിയപ്പം റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് കളർ ഒന്ന് മാറ്റാം. ഓക്കെ, പിന്നെ മാർക്കറ്റ് വീണ്ടും ആ ഒരു ഡിമാൻഡ് സോണിലേക്ക്, ഇവിടെ നമ്മുടെ ഡിമാൻഡ് സോൺ എത്തിയിട്ടില്ല, ഇവിടെ നമ്മുടെ സപ്ലൈ സോൺ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ വേറെ കുറച്ച് സപ്ലൈ സോണിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നമുക്ക് അവിടെ എത്ര പിപ്പ മൂവ്മെന്റ് വന്ന് നോക്കാം. ഓക്കെ, ഏകദേശം 70 പിപ്പോളം മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഡിമാൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞത്? ഗൈസ്, എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ഡിമാൻഡ് സോൺ ആൻഡ് ഡിമാൻഡ് സോൺ ഓവർലാപ്പ് ആവണ ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ഓക്കെ, സപ്ലൈ സോൺ ആയിരിക്കും നെക്സ്റ്റ് ഡേ പറയുന്നുണ്ടാവുക. എല്ലാം കൂടി ഒരു ദിവസം പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, ഇനി ഈ ഒരു കാര്യം ഓക്കെ ആണോ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൽ പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് മോളിക്ക് പോയി അല്ലേ? മീൻസ് എവിടെ? ഇവിടെ ടച്ച് ചെയ്തിട്ടില്ലല്ലോ. അല്ല, അതിന് തൊട്ട് ഇതെന്തുകൊണ്ട് മുമ്പ്. മാർക്കറ്റ് ഇതല്ലേ ഈ മുകളിലേക്ക് പോയതല്ലേ? അതെ 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 അതെ. ഓക്കെ, അത് ഞാൻ കാര്യം പറയാം. കാരണം ഓക്കെ. നമുക്കിവിടെ അത് നമ്മൾ സപ്ലൈ സോൺ ആണ്, അത് നെക്സ്റ്റ് സെഷനിൽ പറയാം. മാർക്കറ്റിൽ നമുക്ക് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളിപ്പോ എവിടുന്ന നമ്മൾ സെല് ചെയ്യാന്നാ പറഞ്ഞേ? നമ്മൾ എവിടുന്ന സെല് ചെയ്യാന്നാ പറഞ്ഞേ? പ്രീമിയസിന്. പ്രീമിയത്തിന് ഏരിയ. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒരു സെല്ല് കൺസിഡർ ചെയ്തില്ലേ? അതെന്തുകൊണ്ടാണ്? ഈ ഒരു ഏരിയ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റിൽ നമുക്കൊരു സെല്ല് കിട്ടി. ഓക്കെ, രണ്ടാമത് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ സെല്ല് നോക്കൂല. നമ്മൾ ഇവിടെ ഈ ഒരു ഫ്രഷ് ടച്ച്, ഈ മാർക്കറ്റിൽ ആദ്യം വരുന്ന ഈ ഒരു ടച്ച് മാത്രമേ നമ്മളിവിടെ എടുക്കുള്ളൂ. അതിപ്പോ ഇനി ഒരു സപ്ലൈ സോൺ, നിങ്ങൾക്കൊരു സപ്ലൈ സോണ് കിട്ടി. ഓക്കെ, മാർക്കറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സപ്ലൈ സോൺ ആണെന്ന് വിചാരിച്ചോ. മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലേക്ക് അതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത്. ഓക്കെ, മുകളിലേക്ക് മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതെന്തായി മാറും? ഒരു ഡിമാൻഡ് സോൺ ആവും, റോൾ ഓഫ് റിവേഴ്സൽ. ഓക്കെ, മാർക്കറ്റ് ഇതിങ്ങനെ ഡൗൺ ട്രെൻഡ് വന്ന മാർക്കറ്റ് ആയിരുന്നു. ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം ഇത് എവിടെയായിരിക്കൂല, നമ്മുടെ ഡിസ്കൗണ്ടിലായിരിക്കൂല. എന്നാലും എന്നാലും ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. എന്നാലും നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് ടച്ച്, ഈ ഒരു ഫസ്റ്റ് ടച്ചിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഡിസ്കൗണ്ട് ഏരിയ കൺസിഡർ ചെയ്യൂല എന്നുള്ളതിന് അർത്ഥം, ചോദ്യത്തിനുള്ള ആൻസർ എന്താന്ന് വെച്ചാൽ, നമുക്ക് ബയേഴ്സ് കൂടുതലുള്ള ഏരിയ എന്നായിരിക്കും നമ്മൾ ട്രേഡ്സ് നോക്കുക അല്ലേ? ബയേഴ്സ് മാർക്കറ്റിനെ കൂടുതൽ പുഷ് ചെയ്യണ ഏരിയയിലാണ് നമ്മൾ ട്രേഡ് നോക്കുക. ഇവിടെ ബയേഴ്സ് കൂടുതലുള്ള ഏരിയ ആണ്. കാരണം എന്താ? ഇവിടെ ആദ്യം സെല്ലേഴ്സ് ഉള്ള ഏരിയ ആയിരുന്നു അല്ലെ? ഈ ഒരു ടൈം വരെ, ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് വരെ സെല്ലേഴ്സ് ഉള്ള ഏരിയ ആയിരുന്നു. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ സെല്ലേഴ്സിനെ ഔട്ട് ക്ലാസ് ചെയ്തിട്ട് ബയേഴ്സ് ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ബയേഴ്സ് ഈ ഒരു ഏരിയയിൽ പ്രസന്റ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ നിന്ന് ഒരു റിയാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആ റിയാക്ഷൻ ആണ് നമ്മളിവിടെ ക്യാച്ച് ചെയ്യണത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മുടെ ചാർട്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ മാർക്കറ്റ് ഈ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്ത്, ഈ എംഎസിന് ശേഷം ഈ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ നല്ല രീതിയിൽ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? മാർക്കറ്റ് ഇവിടെ നിന്നാണ് പിന്നെ ഈ ഒരു ഏരിയ, ഈ ഒരു സപ്ലൈയിൽ, ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയ കഴിഞ്ഞ് ഈ ഒരു പ്രീമിയം ഏരിയയിൽ എത്തിയിട്ടാണ് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യണത്? താഴത്തേക്ക് മൂവ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മൂവ്മെന്റേ ഉള്ളൂ അല്ലെ? അറൗണ്ട് 70 പിപ്സ് ആണ് നമുക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ, അതേസമയം മാർക്കറ്റ് ഒന്ന് പ്രീമിയത്തിലേക്ക് വരാൻ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പിപ്പ് ക്യാച്ച് ചെയ്യാം? എത്ര പിപ്പ് ഉണ്ട് ഇവിടെ? എത്ര പിപ്പ് മൂവ്മെന്റ് ഉണ്ട്? അതെ, 187 പിപ്പ് മൂവ്മെന്റ് ഇവിടെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? മാർക്കറ്റ് ഇവിടെ ഒരു പ്രോപ്പർ സപ്ലൈ സോണിന്റെ, അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയന്റെ, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിന്റെ പ്രീമിയത്തിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് നമുക്ക് റിയാക്ഷൻ തരുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ക്ലിയർ ആണ് സർ. ഓക്കെ, ഞാൻ ഇനി ഇപ്പോൾ തന്നെ സപ്ലൈ സോൺ പറയുന്നില്ല. സപ്ലൈ സോൺ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. സെയിം കാര്യം തന്നെയാണ്. ഒന്ന് ഒന്ന് മാറ്റി ചിന്തിക്കണം. ലൈക്ക് സെല്ലേഴ്സ് ഉള്ള ഏരിയ ആവുന്നത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പറയാം. ഓക്കെ, ഇന്നിപ്പോൾ ഇത്രയും പോരെ? ഇതന്നെ ഈ ഡിസ്കൗണ്ട് പ്രീമിയം ആൻഡ് ഈ ഒരു ഡിമാൻഡ് സോണിന്റെ ഐഡിയ പോരെ? ഒരു ഇനി 5 അടുത്ത മിനിറ്റ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഓടിച്ച് പറഞ്ഞു. ജസ്റ്റ് എല്ലാം കൂടി പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാൽ മതി എല്ലാം കൂടി. ടു ഡിഫിക്കൽട്ട് ടോപ്പിക് ഒന്നല്ല ബ്രോ. ഓക്കെ, അല്ല അല്ല ഇവിടെ ഒരാൾ, അതായത് നമുക്ക് ഫസ്റ്റ് തിങ് നമ്മൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ മാപ്പ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ തിങ് മാർക്കറ്റിൽ
നമുക്ക് ഈ സ്ട്രക്ചർ മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടും അല്ലെ, സിങ് ഹൈ സിങ് ലോ കിട്ടും. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് സോൺ അല്ലെങ്കിൽ ട്രേഡിംഗ് റേഞ്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത് രണ്ടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ആദ്യത്തെ 2 സെഷനിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി തേർഡ് ആയിട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഓക്കെ, ഡിസ്കൗണ്ട് എന്താണ്, പ്രീമിയം എന്താണ് എന്നുള്ളത്. ഓക്കെ, ഈ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ അവിടെ സപ്ലൈ ഓർ ഡിമാൻഡ് സോണുകൾ നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അപ്പം സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ നമുക്കറിയാം, മാർക്കറ്റിന്റെ സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ അറിയാം. അവിടെ നമുക്കിപ്പം നമുക്കൊരു MS കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു MS കിട്ടിയിട്ടുണ്ട്, അഥവാ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് നമുക്ക് അവിടെ മനസ്സിലായി. മാർക്കറ്റിൽ ഇവിടെ നിന്നാണ് ഒരു റീട്രേസ്മെന്റ് വരുന്നത്. അപ്പം ഇവിടെയാണ് ഹൈ ഉള്ളത്, ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റിന്റെ ഹൈ ഉള്ളത്. നമുക്ക് അവിടെ ട്രേഡിംഗ് റേഞ്ചും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, മാർക്കറ്റിന്റെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സിങ് ഹൈ ടു സിങ് ലോ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിങ് ഹൈ ടു സിങ് ലോ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആ സിങ് ഹൈ സിങ് ലോ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു 50%, ഈ ഒരു 3 ലൈൻസ് ഉണ്ടാവും. താഴെ ഒരു ലൈന്, ടോപ്പിലൊരു ലൈന്, സെൻട്രലൊരു ലൈൻ. ഈ സെൻട്രൽ ലൈൻ ആണ് ഇക്വിലിബ്രിയം അഥവാ 50%. ഈ 50%ന്റെ എബവ് ഏരിയ ആണ് പ്രീമിയം, ഈ 50%ന്റെ താഴെയുള്ള ഏരിയ ആണ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ട കാര്യം ഇവിടുത്തെ ട്രെൻഡ് ഏതാണ്. ഓക്കെ, നമ്മൾ ചോദിക്കേണ്ട കാര്യം ഇവിടുത്തെ ട്രെൻഡ് ഏതാണ്. അപ്പോൾ സിംപ്ലി ഇവിടെ മാർക്കറ്റിൽ MSS ആണ് സംഭവിച്ചത്. അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരുന്നു അല്ലെ, ഇവിടെ ഇങ്ങനെ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരുന്നു. ഇവിടെ നമുക്കൊരു MSS സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ, MSS കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഡൗൺ ട്രെൻഡ് അല്ലേ, ഡൗൺ ട്രെൻഡ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ബൈ ചെയ്യണോ സെൽ ചെയ്യണോ? സെല്ല്. സെല്ല്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനും കിട്ടി, സെല്ല് ചെയ്യണമെന്ന് കിട്ടി. ഓക്കെ, ഇനി ഫ്രം വേർ, അതാണ് Premium. എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് കിട്ടി, ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടി പ്രീമിയം. ഓക്കെ, ഫ്രം വേർ. നെക്സ്റ്റ് വീണ്ടും ചോദിക്കാം, പ്രീമിയത്തിൽ നിന്ന് എവിടെ. ഓക്കെ, പ്രീമിയത്തിൽ നിന്ന് എവിടെ. ഓക്കെ, ആ ഒരു സോണിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, സെല് ചെയ്യുക. ഏത് സോൺ? സപ്ലൈ സോൺ. സപ്ലൈ സോൺ. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈ സോൺ നമുക്ക് കണ്ടെത്തണം. എങ്ങനെ നമ്മൾ കണ്ടെത്തും? അതിനാദ്യം നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യണം? ബേസ് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. ഇപ്പോൾ ഒരു സപ്ലൈ സോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ബേസ് ഐഡന്റിഫൈ ചെയ്യണം. ഈ ബേസ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, 3 സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? അതൊരു BOS ഓർ MSS നടന്നിട്ടുണ്ടാവണം അല്ലേ. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു, ഓർമ്മ ഉണ്ടോ? രണ്ടാമത്തെ കാര്യം കൺസോളിഡേഷൻ. Base creation. ഏതാ? Base creation. ബേസ് ക്രിയേഷൻ പറഞ്ഞു. അവിടെ ബേസ് ക്രിയേഷന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? Consolidation zone. കൺസോൾട്ടേഷൻ. ആ ഒരു ബേസ് ഏരിയ, അതായത് ആ ബേസ് ഏരിയ BOS ഓർ MMS നടന്ന ഏരിയന്റെ ഇടയിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുക, ഞാൻ ഈ ഒരു സപ്ലൈ സോണിന്റെ എക്സാമ്പിൾ കൂടി പറയാം. മാർക്കറ്റ് ഇവിടെ ഡൗൺ ട്രെൻഡ് ആയതാണ്, നമ്മൾ സപ്ലൈ. അപ്പം മാർക്കറ്റ് ഇവിടെ ഡൗൺ ട്രെൻഡ് ആയി. ഈ പ്രീമിയം ഏരിയയില് കൺസോൾട്ടേഷൻ നടന്നിട്ടുള്ള ഏരിയ എവിടെയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാൽ കാണും ഈ ഒരു ഹൈ, ഈ ഒരു ലോ അല്ലേ. അപ്പം ഈ ഒരു പ്രീമിയം സോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇപ്പൊ ഇതിന്റെ ഒരു കൺസോൾട്ടേഷൻ വന്നേക്കുന്നത് ഇവിടെയാണ്. ആക്ച്വലി ഈ ഇത്രയും ഏരിയയിലാണ് ഈ ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ കുറച്ച് ഏരിയ ഡിസ്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല, ഞാനൊന്ന് മുകളിലേക്ക് കയറ്റിയിട്ട് ഇവിടേക്ക് വെക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിലേക്ക് വെക്കുകയാണ്. കാരണം ഇവിടെയാണ് നമ്മുടെ പ്രീമിയം വരുന്നത്. ഇതിന്റെ ആക്ച്വൽ കൺസോൾട്ടേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഈ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഇവിടെയാണ് ആ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, This അപ്പം part only is slightly confusing, sir, because it's not looking like consolidation. ഓക്കെ, നോ Ah, yeah. ഇപ്പൊ ക്ലിയർ ആയോ? ഇവിടെ നിങ്ങൾ Clear കണ്ടോ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ ഒരു particular range പെർട്ടിക്കുലർ. ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നേരെ
ഈ ഒരു ലൈൻ ചാർട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എപ്പോഴും Okay. ഈ ഒരു ക്യാൻഡിൽ ബേസിൽ തന്നെ നോക്കുക. ഈ ഒരു ഇതിനേക്കാളും കൂടുതലും നമ്മൾ ചാർട്ടിൽ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് ബാറാണ്, അതായത് ക്യാൻഡിൽ ബാറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ കൺസോൾട്ടേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കുക. ഒന്ന് എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ട് ലൈൻ ചാർട്ട് യൂസ് ചെയ്യാം. ഓക്കെ, കാര്യം ഈ ലൈൻ ചാർട്ടിൽ വിക്കുകൾ വരില്ല, എന്ത് മാത്രമേ വരുള്ളൂ, ക്യാൻഡിലിന്റെ ബോഡി മാത്രമേ വരുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെ Sir, for this consolidation phase, we can consider only body. No. In line chart, it only shows the body of the candles. Okay. Okay, look. Now we have this consolidation area. We have this Okay. upper area. We have this lower area. But when we Okay. switch to line chart, it only shows this area. Why? Okay. The body only present in this area. That's why. Okay. Yeah. Okay. It will consider only the body. Body. Yeah. lines. Yeah. Okay. So നമുക്ക് ഇവിടെ ഇത്രയും ഒരു കൺസോൾട്ടേഷൻ ഏരിയ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ ഇത്രയും താഴത്തേക്ക് ഇറക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 50% ഇവിടെ എൻഡ് ചെയ്യിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അങ്ങോട്ട് നീട്ടി ഡ്രോ ചെയ്യുക. ഓക്കെ, Okay. എന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇതിനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യും. ഓക്കെ, Okay. പിന്നെ നമ്മൾ റാൻഡമായിട്ട് എൻട്രി എടുക്കൂല, നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിലായിരിക്കും എൻട്രി എടുക്കുക. ആ എൻട്രി എടുക്കുന്നത് തന്നെ ഇപ്പോൾ 4 ഹവറിന്റെ ഒരു സോൺ ആകുമ്പോൾ ചിലപ്പോൾ 50 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൺഫർമേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു സപ്ലൈ സോൺ മാർക്കറ്റ് ഇവിടെ റിയാക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇങ്ങനെ ഒരു സോൺ കിട്ടി മാർക്കറ്റിൽ, നമുക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഉള്ള ഈ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ എവിടെ TP വെക്കാം, അല്ലെ, എവിടെ TP വെക്കാം എന്ന് നമുക്ക് എടുത്തൂടെ എന്നൊരു ഡൗട്ട് വന്നൂടെ? ആ ഒരു കാര്യമാണ് ആക്ച്വലി നമുക്ക് അടുത്തുള്ള നിയർ ബൈ ഡിമാൻഡ് സോണിനെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, കാരണം മാർക്കറ്റിൽ ഈ ഒരു സപ്ലൈ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു റിയാക്ഷൻ വരുന്നത് അടുത്തൊരു ഡിമാൻഡ് സോൺ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾക്കൊരു സ്വിംഗ് ട്രേഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും, നമ്മുടെ ടാർഗറ്റ് നെക്സ്റ്റ് ഡിമാൻഡ് സോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു സ്വിംഗ് ട്രേഡ് എടുക്കുന്ന ഒരാളുടെ കേസാണ്. ഓക്കെ, ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്ന ആളെ സംബന്ധിച്ച് ഇവിടുന്ന് തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കുമ്പോൾ ചിലപ്പം ഇവിടെയൊക്കെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരിക. അയാളുടെ ടാർഗറ്റ് ചിലപ്പം ഇവിടെ ആയിരിക്കും. ഇതിൽ തന്നെ അയാൾക്ക് അത്യാവശ്യം വേണ്ടെന്നുള്ള ഒരു മൂവ്മെന്റും പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടാവും. ലോവർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൺഫർമേഷൻസ് നോക്കും. എന്തൊക്കെയാണ് കൺഫർമേഷൻസ് ഒക്കെ നമ്മൾ വരും സെഷനിൽ പറയും. ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, സ്വിംഗ് ട്രേഡേഴ്സിനാണ് ഈ ഒരു ഡിമാൻഡ് സോൺ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, They're not able to take the screenshot, sir. If we take a screenshot, means the page will become black. ഓക്കെ, This, യു വാണ്ട് ടു സ്ക്രീൻഷോട്ട് yeah, ദീസ്? yes, sir, yes, sir. ഓക്കെ, വെയിറ്റ്. നിങ്ങളെല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്യലുണ്ടോ? നോട്ട്സ് ഇതിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യാറുണ്ടോ? Actually, planning to prepare the notes, sir. ചെയ്യാറുണ്ട്. ഓക്കെ, ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ഈ ഒരു വീഡിയോ അത്രയും നേരം കണ്ടിരിക്കണം എന്നില്ലല്ലോ. ആ ഒരു പെർട്ടിക്കുലർ ഏരിയക്ക് വേണ്ടി നമ്മൾ കാണണം എന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു വട്ടം വീഡിയോ കണ്ടു, ചിലപ്പോൾ പിന്നെയും കാണുന്നില്ല. അപ്പം നമ്മൾ നമ്മുടേതായ നോട്ട്സ് ഉണ്ടാവുമ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെയും നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റെഫറൻസ് ആയിരിക്കും ഇത്. Sure, ഓക്കെ, sir. shouldn't we look into trading volume for the BOS? ട്രേഡിംഗ് വോളിയം ചോദിച്ചാൽ മനസ്സിലായില്ല ബ്രോ. അല്ല, നമ്മള് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ MSS വരുമ്പോ ആ ക്യാൻഡിലില് വോളിയം കൂടെ നമ്മള് ഈ ഫേക്ക് ബ്രേക്ക് ഔട്ട് ഒക്കെ ആണോ അതോ അല്ലെന്നൊക്കെ? അതെ, അതായത് നമുക്കിത് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് തിരിച്ച് കയറിയിട്ടില്ല, വീണ്ടും താഴേക്ക് ഇറങ്ങിയേക്കല്ലേ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായോ എന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെൻസ് ഇവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റിന്റെ ആ ഒരു പ്രൈസ് ലെവലിനെ മാർക്കറ്റ് ഇവിടെ വരെ എത്തിച്ചു അല്ലെ, ഒറ്റ സ്ട്രെച്ചിൽ. അപ്പോൾ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള MSS ആണ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഓക്കെ, അതേസമയം മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നു, വീണ്ടും ഒന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് വീണ്ടും താഴേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ,
എന്നിട്ട് മാത്രം നിങ്ങളത് ആ ഒരു MSS കൺഫേം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ ലൈക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ഫേക്ക് ബ്രേക്കൗട്ടുകൾ വന്നതും ഈ ഒരു MSS വന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ചാർട്ടുകൾ മുന്നേ ഉള്ളത് ഇങ്ങനെ നോക്കണം. ലൈക്ക് ഓരോ ഏരിയയിൽ MSS വന്നപ്പോൾ അത് MSS ആയത് എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചർ മാപ്പിംഗ് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ നല്ല പോലെ ഈ ഒരു ചാർട്ട് നല്ല പോലെ മുമ്പുള്ള കാര്യങ്ങൾ നല്ല പോലെ റീഡ് ചെയ്ത് പോയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ലൈക്ക് ഇതൊരു കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷണൽ ബയാസ് എന്ന് പറയും. ഓക്കെ, മാർക്കറ്റിൽ വരുന്ന ഒരു സിറ്റുവേഷണൽ ബയാസ് ആണിത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. ലൈക്ക് ഇപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. ഈ ഡിമാൻഡ് സോണിൽ ഇപ്പൊ തേർഡ് ടാപ്പിൽ എൻട്രി എടുത്ത ആൾക്കാർ, സപ്പോസ് ഞാൻ ഇവിടുന്ന് ഒരു ലോങ് ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കാം, ഓൽക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ലോസ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിമാൻഡ് സോൺ ഫെയിൽ ആകും, അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ റെസ്പെക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ ഒറ്റ ടീം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? ബയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സപ്ലൈ സോണുകൾ എപ്പോഴും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് എല്ലാ ടൈമിലും, എപ്പോഴും മീൻസ് എല്ലാ ടൈമും സപ്ലൈ സോൺ ഉണ്ടാക്കിയോ അപ്പൊക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ സെല്ലേഴ്സ് മാത്രമേ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അല്ല, മാർക്കറ്റിൽ ഇവിടെ രണ്ടും ഉണ്ട്, ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്. ഡിമാൻഡ് ഫെയിൽ ആവുന്ന ടൈമും ഉണ്ട്, ഡിമാൻഡ് റെസ്പെക്ട് ചെയ്യണ ടൈമും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഡിമാൻഡ് ഫെയിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് ഫെയിൽ ആയത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യുന്ന സമയത്തും നമ്മളൊരു ഡിമാൻഡ് സോണിന് ട്രേഡ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മൈൻഡിൽ അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ വരാം. ഈ ഡിമാൻഡ് ഏതർ ഫെയിൽ ആവാം, ഏതർ റെസ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഫെയിൽ ആവുമ്പം നമുക്ക് അവിടെ ആ ഒരു ഇമോഷൻ അവിടെ വർക്ക് ചെയ്യില്ല. കാരണം ഞാനിത് ഓൾറെഡി കണ്ടതാണ്, ഓൾറെഡി ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഡിമാൻഡ് സോണുകൾ ഫെയിൽ ആയിട്ടുണ്ട്, അത് കറക്റ്റ്. ആ ഒരു റിയാലിറ്റി നമ്മളവിടെ അക്സെപ്റ്റ് ചെയ്യും. അതേസമയം നമ്മൾ ഈ ക്ലാസ് ഒക്കെ കേട്ട് ഒന്ന് രണ്ട് ചാർട്ട് മാത്രം നമ്മൾ നോക്കി ഒരു ഐഡിയ ഉണ്ടാക്കി, ഓക്കെ ഞാൻ ട്രേഡിങ് തുടങ്ങാം, അങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങി. ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ട്രേഡൊക്കെ ചിലപ്പോൾ കറക്റ്റ് സോണുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റ് വർക്കാവും. അതിനിടയ്ക്ക് ഒരു സോൺ എങ്ങാനും, ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ എങ്ങാനും ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജി അവിടെ നല്ലപോലെ എഫക്ട് ചെയ്യാൻ തുടങ്ങും. കാര്യം ഇതൊക്കെ ഓക്കെ ആയിരുന്നല്ലോ, എന്നിട്ടും ഈ ഒരു ഡിമാൻഡ് സോൺ ഫെയിൽ ആയല്ലോ, ഇങ്ങനെ വരാൻ പാടില്ല, ഇനിയും തിരിച്ച് കയറും, വീണ്ടും റിവെഞ്ച് ട്രേഡ് ചെയ്യാൻ തുടങ്ങും, ലോസിനെ കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. കാരണം നമ്മുടെ മനസ്സിൽ എന്തേ ഉള്ളൂ? ഡിമാൻഡ് സോൺ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നമ്മളെ മൈൻഡിലുള്ളൂ. ഡിമാൻഡ് സോൺ ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഡിമാൻഡ് സോൺ ഫെയിൽ ആയത് നമ്മൾ കാണണം. മുമ്പ് ഫെയിൽ ആയ എക്സാമ്പിൾസ് നമുക്ക് ചാർട്ടിൽ ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പരിചയം ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഫെയിൽ ആയതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് നമുക്കിവിടെ പോസിബിലിറ്റി കിട്ടുള്ളൂ. മനസ്സിലായോ? മറിച്ച് നമ്മൾ കണ്ടോ, ചിലപ്പം ഇത് ഡിമാൻഡ് സോൺ ഫെയിൽ ആവാൻ അക്സെപ്റ്റ് ചെയ്യാൻ മറ്റുള്ള ആൾക്കാർ ഈ ഒരു കേരള മാർക്കറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ കയറുന്നത് കാണുമ്പോൾ വീണ്ടും ഇവിടുന്ന് ബൈ ചെയ്യാൻ നോക്കും. അവർക്ക് നഷ്ടം സംഭവിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പലപ്പോഴായിട്ട് പറയുന്നത് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം പറയുന്നത്. കാരണം ഈ സ്കില്ല് ഒരിക്കലും ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് ഈ ഒരു നോളജ് ട്രാൻസ്ഫർ ചെയ്യാം. സ്കില്ല് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമാണ്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ബാക്കി നിങ്ങൾക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വർക്കാണ്. നിങ്ങൾ കൂടുതൽ അതിൽ ഫോക്കസ് കൊടുക്കുക, കൂടുതൽ വർക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? താങ്ക് യു. അതെ, ക്ലിയർ ആണ്. ഓക്കെ ബ്രോ. Sir, the അല്ല, same thing we can apply in short time frame also, no? Um, for like we are if we are is this suits to Nifty, sir? Same thing. നിഫ്റ്റി In Nifty we can apply the same thing. സെയിം. Yeah, okay. We can try in Nifty too. Yeah. Okay, sir. നമ്മളെ ഇപ്പോ ആ. ഒരു എത്ര ക്യാൻഡിലാണ് കൺസോൾട്ടേഷൻ ആയിട്ട് ഏകദേശം നോക്കുക? മിനിമം അവിടെ ഒരു 2 candles വേണം. 4 hour 2 candles മതി. 2 candles മിനിമം വേണം. ഓക്കെ, ചില സമയത്തുണ്ടല്ലോ
ഒറ്റ ക്യാൻഡിലും നമുക്ക് തീരുമാനിക്കാം. അത് ഞാൻ സിറ്റുവേഷണൽ ബയാസ് ആണ്. അത് നമുക്ക് പോകെ പോകെ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ അത് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അത് എങ്ങനെയാണ് എന്നുള്ള ആ ക്യാൻഡിലിന്റെ ബിഹേവിയർ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനേക്കാൾ കൂടുതൽ ചാർട്ട്സ് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണത്. ഓക്കെ, അല്ല, അടുത്ത നമ്മളിപ്പോ സെഷനിൽ നമ്മളിപ്പോ ഇപ്പൊ ഇപ്പൊ പഠിക്കണല്ലോ, ചെയ്ത് പഠിക്കുമ്പോ ഒരു 2 3 ക്യാൻഡിൽ ആണെങ്കിൽ നമുക്കൊരു ഇത് കൺഫേം ചെയ്യാം അല്ലെ? ടു നമുക്കത് ആ, ടു ക്യാൻഡിൽസ് മിനിമം വേണം. ഓക്കെ, ഇപ്പോൾ ഓക്കെ. ഈ ഒരു ഏരിയ ഇല്ലേ, ഈ ഒരു ഏരിയ ഇതൊരു ബേസ് ആണ്. ഇത് ആക്ച്വലി ഒരു ബേസ് ആണ്. പക്ഷെ ഈ ബേസ് ഇവിടെ റെസ്പെക്ട് ചെയ്യണ്ടോ മാർക്കറ്റ്? ഇവിടെ നിങ്ങൾക്കൊരു റെസ്പെക്ട് കാണാം അല്ലെ? മാർക്കറ്റ് ഇതൊരു മൂവ്മെന്റാ. മാർക്കറ്റ് ഈ ബേസിൽ വന്നിട്ട് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? വീണ്ടും ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രോപ്പർ ബേസ് അല്ല. നമ്മളൊരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ കൺസിഡർ ചെയ്യാനുള്ള ഒരു ബേസ് അല്ല. കാരണം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഇവിടെ ഒരു MSSO മാർക്കറ്റ് തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഇവിടെ MSS തന്നു, പിന്നെ ഒരു സിംഗ്ലോ ഉണ്ടാക്കിയേക്കാണ്. ആ സിംഗ്ലോ എന്നുള്ള റീട്രേസ്മെന്റ് ആണ് ഇത്. ക്ലിയർ? ഹലോ? ഓ, മനസ്സിലായി. ഇപ്പൊ Okay, ആ okay. ഇപ്പൊ അതിന്റെ അടിയിലുള്ള റെഡ് ഒരു MSS അല്ലേ? MSS അല്ല, ബ്രേക്ക് ഓഫ് അതൊരു സ്ട്രക്ചർ അല്ല, ബോസ് അല്ലേ അത്? ബോസ്. താഴെ വരുന്ന ഓക്കെ. അതെ, ഇപ്പോ ഇവിടുന്ന് നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി. കണ്ടോ, മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി. ഇതല്ല. ഓക്കെ, ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു സപ്ലൈ സോൺ കണ്ടായിരുന്നു അല്ലെ? ഈ ഒരു ഏരിയ നമ്മൾ സപ്ലൈ സോൺ കണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റിൽ ഇവിടെ വരെ വന്നു. ഇവിടുന്ന് മാർക്കറ്റ് പുഷ് ചെയ്തു. കാരണം എന്താ, ഇവിടെ പ്രീവിയസ്ലി ഒരു ഡിമാൻഡ് ഇവിടെ അവൈലബിൾ ആണ്. ആ ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, തേർഡ് ടാപ്പിൽ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ആയി. ഓക്കെ, ഇനി ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നപ്പം നമുക്കറിയാം ഇവിടെയാണ് നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നത്. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുമ്പം ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? റൈറ്റ്, ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാൻഡിലോ രണ്ട് ക്യാൻഡിൽ മാത്രമാണോ ഉള്ളത്? ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ രണ്ട് ക്യാൻഡിൽ മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ, ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ട്. അപ്പം മിനിമം 2 ക്യാൻഡിൽസ് എങ്കിലും വരണം. ഓക്കെ, അതിന്റെ മുകളിലും ഒരു സോണില്ലേ? അതിന്റെ മുകളില്, തൊട്ട് മുകളില്, ഇതാണ് ഇതിന്റെ ഇടയില് ഇവിടെയാണോ? അത് ആ ഓക്കെ, അവിടെ നമുക്കിവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടി. ഓക്കെ, നമുക്ക് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് പ്രീമിയം നമ്മളിവിടെ വരക്കും അല്ലേ? ഡിസ്കൗണ്ട് പ്രീമിയം വരക്കും. എന്നിട്ട് നമുക്ക് എന്ത് വേണം? മാർക്കറ്റിലുള്ള ഈ ഒരു റീട്രേസ്മെന്റ് വരുമ്പോഴുള്ള ഈ ഒരു സോണ് കണ്ടെത്തണം. ഇവിടെ നിങ്ങൾക്കൊരു സോണ് കണ്ടെത്താം. ഏത്? ഇത് ഒരു സപ്ലൈ സോൺ ആണ്. ഈ സപ്ലൈ സോൺ ആക്ച്വലി ഇങ്ങനെയാണ് വരിക. ഓക്കെ, അത് നമ്മൾ സപ്ലൈ സോൺ പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ എക്സാമ്പിൾ കാണിക്കുമ്പോൾ ഒന്നും ക്ലിയർ ആവും ബ്രോ. അപ്പം കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഓക്കെ ബ്രോ. ഇപ്പം നിങ്ങളിപ്പോൾ ഡിമാൻഡ് സോൺ ഫോക്കസ് ചെയ്യുക. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ സ്ട്രക്ചർ വരയ്ക്കുക. ബോസ് അല്ലെങ്കിൽ MSS കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു ട്രേഡിംഗ് സോൺ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ വരുന്ന ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഈ ഒരു ഗാൻ ബോക്സ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് അസൈൻമെന്റ്. ഫസ്റ്റ് അസൈൻമെന്റ് മാർക്കിംഗ് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഓക്കെ, അത് മാത്രം മതിയോ? അതോ ഡിമാൻഡ് സോൺ നാളെയും കൂടി പറഞ്ഞിട്ട് മതിയോ? എങ്ങനെയാ? സപ്ലൈ സോൺ കൂടി പറഞ്ഞിട്ട് മതിയോ? ഇപ്പം ഡിസ്കൗണ്ട് പ്രീമിയം മാത്രം മാർക്ക് ചെയ്യുന്നത് മതിയോ? മതി ബ്രോ, ഇതന്നെ എത്രയോ. എല്ലാരും എന്താ പറയുന്നത്? ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം മാത്രം മാർക്ക് ചെയ്യാം. അത് നിങ്ങളൊന്ന് ഗ്രൂപ്പിലിടുക. ഓക്കെ, ബ്രോ ഡൗട്ട് ചോദിച്ചോട്ടെ? സാറേ ഒരു ഡൗട്ട് ചോദിക്കും. ആ ചോദിച്ചു. സാറേ നമ്മളിപ്പോ ഇത് മാർക്ക് ചെയ്തത് 4 അവറിലല്ലേ? അതെ അതെ, നമുക്കിത് 15 മിനിറ്റിന്റെ ചാർട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്നിട്ട് ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ എൻട്രി പോസിബിൾ പറ്റൂല. ആണോ? അല്ല, അങ്ങനെ ചെയ്യാം.
പക്ഷേ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞാൽ 50 മിനിറ്റിലൊക്കെ എൻട്രി എടുക്കുന്ന 15 മിനിറ്റ് ആണ് നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക 1 മിനിറ്റ് ആക്കുക നിങ്ങളുടെ ലോവർ ടൈം ഫ്രെയിം, എന്നിട്ട് അതിൽ കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, രണ്ട് ടൈപ്പ് ട്രേഡ്സ് ആണ് നിങ്ങൾക്ക് നടത്താൻ പറ്റുക. ഒന്ന് അഗ്രസീവ് എൻട്രി, മറ്റൊന്ന് കൺഫർമേഷൻ എൻട്രി. ഓക്കെ, നിങ്ങളൊരു ലോസ് വരുമ്പോഴത്തേനും അയ്യോ നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അഗ്രസീവിലേക്ക് പോകരുത്. ഓക്കെ, നിങ്ങൾ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു അഗ്രസീവ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡിമാൻഡ് സോൺ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് 50 മിനിറ്റിന്റെ ഡിമാൻഡ് സോൺ ആണെന്ന് വിചാരിക്കാം. 50 മിനിറ്റിന്റെ ഡിമാൻഡ് സോൺ. അപ്പം മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് സോണിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് സോണിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ അത് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുക്കുന്ന ആ ഒരു മെത്തേഡാണ് അഗ്രസീവ് എൻട്രി. ഇതിപ്പോൾ 50 മിനിറ്റ് എന്നല്ല, 4 അവർ ആയാലും 1 അവർ ആയാലും ഒക്കെ. ഓക്കെ, അത് ടാപ്പ് ചെയ്യുമ്പോൾ ഫെർദർ കൺഫർമേഷൻസ് ഒന്നും നോക്കാതെ നമ്മൾ എടുക്കുന്ന ആ ഒരു ട്രേഡാണ് നമ്മളിവിടെ അഗ്രസീവ് എൻട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, കൺഫർമേഷൻ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഏത് ഹയർ ടൈം ഫ്രെയിം ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ഹയർ ടൈം ഫ്രെയിമിന് റെസ്പെക്റ്റീവ് ആയിട്ട് ഓരോ ലോവർ ടൈം ഫ്രെയിമുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ലോ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 അവറിനെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ് ആണ് ലോ ടൈം ഫ്രെയിം ഉപയോഗിക്കുക. 1 അവറിനാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, 50 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളൊരു 1 ഡേയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ 1 ഡേ ഹയർ ടൈം ഫ്രെയിം ആയിരിക്കണമെങ്കിൽ 1 അവർ ആയിരിക്കും നിങ്ങളുടെ ലോ ടൈം ഫ്രെയിം. അതേപോലെ 1 വീക്കിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഐഡിയൽ ടൈം ലോ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 4 അവർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമുണ്ട്, ഈ ഒരു ടൈം ഫ്രെയിം അലൈൻമെന്റ് ഉണ്ട്. അപ്പം ഒരു 50 മിനിറ്റ് ഹയർ ടൈം ഫ്രെയിം എന്ന ആൾക്ക് 1 മിനിറ്റ് ആയിരിക്കും അയാളുടെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ കൺഫർമേഷൻ എടുത്തിട്ട് എൻട്രി എടുക്കാം. അത് എങ്ങനെ നമുക്ക് ഇതിൽ പറഞ്ഞു തരുമോ സർ? 50 മിനിറ്റിന്റെയോ? അല്ലല്ല, നമുക്ക് ഈ ക്ലാസിന്റെ കൂടെ എങ്ങനെ ഇതെങ്ങനെയാണ്? ലോവർ ടൈം ഫ്രെയിമിൽ ആ, എടുക്കാന്നുള്ളതല്ലേ? ആ അതെ അത് അതെ. പറഞ്ഞു, അവിടെയാണല്ലോ എൻട്രി ഓക്കെ കിടക്കുന്നത്. ഓക്കെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു ഇത് മാത്രല്ലേ ഔട്ട്ലൈൻ, ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളിങ്ങനെ നെറേറ്റീവ് ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, അതൊക്കെ ഇനി നെക്സ്റ്റ് സെഷൻസ് ആണ് കേട്ടോ. We will try for in 15 minutes too, sir. യാ ഓഫ് കോഴ്സ് യു ക്യാൻ. Yeah. Yeah, okay. No, no. ഫസ്റ്റ് ബട്ട് What I'm asking is, you'll teach for 15 minutes lower in lower time frame also. You'll teach, no? യാ ഇറ്റ് വിൽ. Yeah, ബട്ട് okay. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി, ലൈക്ക് ഇതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് 4 അവറിന്റെ സോൺ അല്ലെങ്കിൽ 1 അവറിന്റെ സോൺ എടുക്കുന്നതാ. കാരണം നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവത്തില്ല. റൈറ്റ്, മറ്റേത് നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കുറേ സ്ട്രക്ചറുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു അനാലിസിസ് അവിടെ നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം സെറ്റ് ആയി കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിമിലേക്ക് പിന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. Okay, sir. So for this 1 hour and 4 hour, then it will be a swing or positional trades, right, sir? സ്വിംഗർ Positional trades. It's not comes under intraday, no. In നോ, if we cut. സപ്പോസ് ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഇപ്പം നമ്മൾ ഒരു 4 അവറിൽ ട്രേഡ് എടുക്കുന്ന ആളും 1 അവറിൽ ട്രേഡ് എടുക്കുന്ന ആളും ഒരു സ്വിംഗ് ട്രേഡർ ആണ് എന്നുള്ള രൂപത്തിലല്ലേ? Mm. അല്ല, ആക്ച്വലി അങ്ങനെ ആ ഒരു ട്രേഡ് നമ്മൾ സിംഗിൾ ട്രേഡ് എന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ആ ഒരു ട്രേഡ് എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്ന് വെക്കുമ്പോഴാ. ലൈക്ക് ഇപ്പൊ നിങ്ങൾ ആ ഒരു ട്രേഡ് ഇപ്പോൾ എടുത്തു, അന്നത്തെ ദിവസം തന്നെ ടി പി അടിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻട്രാഡേ ട്രേഡായി. ഓക്കെ, Okay. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അതായത് സിംഗ് ട്രേഡ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ട്രേഡ് എടുക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 ഡേ 1 വീക്ക് അല്ലെങ്കിൽ 4 അവർ ടൈം ഫ്രെയിമിലൊക്കെയാണ് അവർ ട്രേഡ് എടുക്കുക. ഓക്കെ, Okay. അതൊരു കോമൺ കാര്യമാണ്. ഓക്കെ, നമ്മൾ Okay. ട്രേഡ് Okay. ഏതാണ് നമ്മൾ നിശ്ചയിക്കുന്നത്, ഇറ്റ്സ് അബൌട്ട് ഹൗ ഇറ്റ് ക്ലോസ്, എന്നാണ് അത് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ള അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് മാത്രം. ഓക്കെ, Mm. അതും നമ്മൾ അത്ര തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി ആ ബ്രോക്കർ സൈഡിൽ നിന്ന് അവർ ഡിസൈഡ് ചെയ്തോളും. നമ്മളത് വെറി ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, Okay. 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 പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്ലൈ സോൺ, ഇതിപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിച്ചിട്ട് നാളെ നേരിട്ട് പോയിട്ട് ആ ഒരു ഡിമാൻഡ് സോണിലോ അല്ലെങ്കിൽ സപ്ലൈ സോണിലോ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് എൻട്രി എടുക്കരുത്. കാരണം ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺ എന്താണ് എന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ആ ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് എന്ത് വേണം? മാർക്കറ്റിൽ എന്ത് വേണം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
നോ, ലിക്വിഡിറ്റി. എക്സാക്ട്ലി ലിക്വിഡിറ്റി വേണം. ഓക്കെ, ലിക്വിഡിറ്റി വേണം. ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് ആ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ റെസ്പെക്റ്റ് ചെയ്ത് മൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണിലേക്കോ അല്ലെങ്കിൽ ഒരു സപ്ലൈ സോണിലേക്കോ ലിക്വിഡിറ്റി ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, വേറെ ആവണ്ട. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഡിമാൻഡ് എന്താ സപ്ലൈ എന്താന്ന് മനസ്സിലാക്കുക. ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ കണ്ടിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടേമും കൂടിയുണ്ട്, ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ ഞാൻ ആ ഒരു സപ്ലൈ സോൺ കവർ ചെയ്തതിന് ശേഷം പറയുന്നതായിരിക്കും ലിക്വിഡിറ്റിനെ പറ്റി. നമുക്ക് കുറച്ച് ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ആ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടുന്ന് എൻട്രി എടുക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ സോണുകളും ട്രേഡബിൾ ആയ സോണുകളല്ല. ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം പ്രോപ്പർ ആയിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഐഡന്റിഫൈ ചെയ്യുക. ഇനി എൻട്രിയുടെ ഏരിയയിലേക്ക് വരുമ്പോഴാണ് ലിക്വിഡിറ്റി, ലോ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പും കൂടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ബിഗിന്നർ ആണ് നിങ്ങൾ ഒട്ടുമിക്ക വരും, എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ബിക്കോസ് നിങ്ങളെ മൈൻഡിൽ അത് എപ്പോഴും ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരിക്കലും ആരെയും മോശമാക്കി പറയാൻ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. Okay. ഓക്കെ, First of all, we have to start from marking proper swing highs and lows. When breakout structures, market structures change. Better. But your class is seriously, it's awesome, sir. Thank you, thank you. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ലൈക്ക് നിങ്ങൾക്ക് സജഷൻസ് പറയാം, അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് You're ഐഡന്റിഫൈ ചെയ്യാം. seriously, you're doing great. ഓക്കെ, താങ്ക് യു. ബ്രോ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ആയിരിക്കും നമ്മുടെ ആ സ്വിംഗ് ഇല്ലേ, ആ സ്വിംഗിൽ തന്നെയാണല്ലേ കൺസൾട്ടേഷൻ നോക്കണ്ടേ? യെസ്, അതായത് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ടും പ്രീമിയം വരക്കുന്നത് നമ്മൾ ആ ഒരു ട്രേഡിംഗ് റേഞ്ചിലല്ലേ. ആ റേഞ്ച് തന്നെയാണോ ആ ആ ഒരു റേഞ്ചിൽ സ്വിംഗിൽ തന്നെയാണോ? തന്നെയാണ് നമ്മൾ ആ ഒരു ബേസിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ഏറ്റവും പുറത്തേക്ക് നോക്കണ്ട. റീസെന്റ് ആയിട്ടുള്ള അതെ. ഇപ്പൊ റീസെന്റ് ബിഒഎസിനകത്താണോ പുറത്താണോ നോക്കുന്നത്? പ്രീമിയം ഏരിയയിലുള്ള എവിടെയും പറ്റും. ഇപ്പൊ ഇതൊരു സെല്ലിംഗ് എൻട്രി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്, കണ്ടോ? ഇതിപ്പം ഇന്നലത്തെ ഒരു ലൈവ് എക്സാമ്പിളാ. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കണ്ടോ നിങ്ങൾ? ഈ കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വന്നിട്ടുള്ളത്, റൈറ്റ് അല്ലേ? പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് കണ്ടോ നിങ്ങൾ? നല്ല രീതിയിൽ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് കണ്ടോ? ഓക്കെ, അപ്പോൾ സിംപ്ലി അതെന്താണ്? മാർക്കറ്റ് ഈ ഒരു സപ്ലൈ മാർക്കറ്റ് അവിടെ റിയാക്ട് ചെയ്യാണ്. വീണ്ടും രണ്ടാമത്തെ വട്ടം മാർക്കറ്റ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രഷ് ടച്ച് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ്. അത് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നമുക്കവിടെ തരും. നമ്മളിപ്പോൾ ഓൾറെഡി ആ ഒരു ഡിമാൻഡിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ടച്ചും ഇമ്പോർട്ടൻ്റ്. തേർഡ് ടച്ച് വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. So, one doubt. നമുക്ക് ഇതിനകത്ത് First touch, the previous swing low is our target, no? First target, no? This swing low. No, not that one. Before that. This one. Yeah, once it touched, it went up to this line. But Yes. before that swing low, only it's our target. Now, which one is our target? How we are fixing your target, sir? ഓക്കെ, നമുക്ക് ഇവിടെ ടാർഗറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് നമ്മൾ ടാർഗറ്റ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിന് മുകളിൽ വേറെ എവിടെയെങ്കിലും മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അത് ഇവിടെ എവിടെയെങ്കിലും ഒരു സപ്ലൈ സോണുകൾ ഉണ്ടോ? ഓക്കെ, ആ സപ്ലൈ സോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഒരു ലോ പോയിന്റ് ടാർഗറ്റായി വെക്കരുത്. കാരണം മാർക്കറ്റിന് ഇനിയും എന്ത് ചെയ്യാം, ഇവിടുന്നും താഴേക്ക് വന്നൂടെ, സാധ്യതകളില്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ലോ ടൈം ഫ്രെയിമിൽ നമ്മുടെ ആ ഒരു 1:2 അല്ലെങ്കിൽ 1:3 റിവാർഡ് ആവുമ്പോൾ നമ്മൾ ആ ഒരു എൻട്രി അവിടെ ക്ലോസ് ചെയ്യാം. Okay, ഓക്കെ, അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള ഷോർട്ട് ടൈം ആയിട്ടുള്ള സോണുകൾ ഇപ്പം നമുക്കിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ Actually, it touches the previous high, right, sir? ഇത് പ്രീവിയസ് ഹൈ അല്ല. The tapped zone, that fresh tap zone, it reaches up to that previous high. No, ഇവിടെയല്ലേ പ്രീവിയസ് ഹൈ വരുന്നേ? അതല്ലേ ചോദിച്ചേ? എന്താ മനസ്സിലായില്ല? Once more.
Actually, it's a fresh touch, no, sir. Before that, there is one higher high in before This one. in the yeah downside. Downside higher high, this one or this one? I'm not saying that one in any This one or this one? before that. Before that. This Before one. that. Yeah. It reaches up to that more Yeah, target. here. But Yes, there is yes. no proper zone here, Okay, right? okay. Okay. No, there is no proper zone. It is a 1 hour chart, right? Okay. Okay. When we switch it to 4 hour chart, we can see. Okay, You fine, can fine. see this area. What is this area? It is not a proper demand zone. It is a base here, right? Yes, sir. It comes from this base. Okay. It is Yes. not a base for buying. It is for profit booking. If you sell from here, you have to consider this base. Okay. Okay, fine. If you are Okay. if you are selling from here, you have to book your partials here, Okay, sir. unless there is a up above supply area. Okay. Okay, sir. So guys, ഒരുപാട് ടൈമായി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ലിക്വിഡിറ്റിയിൽ കവർ ചെയ്യുന്നത് ബ്രോ. വിച്ച് ഡിമാൻഡ് ഈസ് മോർ സ്ട്രോങ്ങർ, ദ ടോപ്പ് വൺ ഓർ നിയർ ദ എംഎസ് ഏരിയ എന്നുള്ളതാണ് നമ്മൾ ലിക്വിഡിറ്റിയിൽ കൺസിഡർ ചെയ്യുന്നത്. ലിക്വിഡിറ്റി ഉള്ള ഡിമാൻഡ് ഏരിയ, അതാണ് ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് നെക്സ്റ്റ് സെഷനിൽ. ഓക്കെ ഓക്കെ സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം, ലൈക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു, എനിക്കറിയാം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, വർക്ക് ചെയ്താൽ സിമ്പിൾ ആവുന്ന കാര്യമുള്ളൂ. ബട്ട് ഞാൻ പറയുന്ന രീതി മാറ്റണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കൺസിഡറബിൾ ചെയ്യാം. ലൈക്ക് നിങ്ങളുടെ ഒരു Sir, പ്രോപ്പർ one ഫീഡ്ബാക്ക് small കിട്ടിയാൽ. one small suggestion. Can you please give us one simple roadmap for that what from where we have to start swing highs and lows marking and then market structure marking, breakout structure, like that roadmap, like that. We have to practice from this to this, like that. Can you give the like that? യെസ്, ഐ വിൽ ടൈപ്പ് ഹിയർ, പ്ലീസ് നോട്ട്. Yeah, okay, sure, sir. From the beginning. ഫ്രം ദ ബിഗിനിങ്. ടൈം ഫ്രെയിം ചാർട്ട്സ്. ഓക്കെ, Okay. ഓപ്പൺ 1 hour and above ടൈം ഫ്രെയിം ചാർട്ട്സ്. ഓക്കെ, ഞാനിവിടെ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യുന്നില്ല, അതിന്റെ പോയിന്റ്സ് മാത്രം ടൈപ്പ് ചെയ്യാം. ഓക്കെ, Yeah, it's സെക്കൻഡ്. some important points. That's it, sir. Okay, then you have to find low and high. അപ്പൊ നിങ്ങൾ എവിടെയാണോ, നിങ്ങൾ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലേക്ക് പോവാം. നിങ്ങളിപ്പോൾ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ലൈക്ക് നിങ്ങളൊരു ഡേറ്റിലേക്ക് പോവാം. ഇപ്പം സപ്പോസ് ഇപ്പം മെയ് മാസത്തിലാണെങ്കിൽ മെയ് മാസം ഫസ്റ്റ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ട്യൂസ്ഡേ അല്ലെങ്കിൽ മൺഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ ഒഴിവാക്കിയിട്ട് ഫ്രം മൺഡേ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങളൊരു പ്രോപ്പർ ഡേറ്റിലേക്ക് പോകും അല്ലേ. ആ ഡേറ്റ് മുതലാണ് ഈ ഒരു ചാർട്ട് അവൈലബിൾ ആയത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ലൈക്ക് അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് ഫസ്റ്റ് ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പൊ ഇവിടുന്നാണ് ചാർട്ട് സ്റ്റാർട്ട് ചെയ്യണത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. എന്നിട്ട് ഇവിടുന്ന് ഫസ്റ്റ് ലോ ആൻഡ് ഹൈ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ചാർട്ട് മാർക്ക് ചെയ്ത് പോവുക. ഇപ്പൊ ഇവിടെ ലോ ഉണ്ട്, ഇവിടെ ഹൈ ഉണ്ട്. സോ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടൈം ഫ്രെയിം, ഹൈ ടൈം ഫ്രെയിം ചാർട്ട്സ് എടുക്കുക. ഓക്കെ, 1 hour and above. ഓക്കെ, സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ഹൈ ആൻഡ്, ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് നിങ്ങൾ സ്ട്രക്ചർ മാപ്പിംഗ് ആണ്. സ്ട്രക്ചർ മാപ്പിംഗ് ആണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്ത കാര്യം. എന്താണ് സ്ട്രക്ചർ മാപ്പിംഗ്? ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ലോ ബ്രേക്ക് ചെയ്ത് പോവാണോ, ആ ഒരു കാര്യമാണ് സ്ട്രക്ചർ മാപ്പിംഗ്. ക്ലിയർ? മനസ്സിലായോ? Yes, sir. ഓക്കെ, Swings high and swing lows. സ്വിംഗ് ഹൈസ് ആൻഡ് സ്വിംഗ് ലോസ് ഈ സ്ട്രക്ചർ മാപ്പിംഗിൽ തന്നെയാണ് നമ്മുടെ ബ്രേക്ക് സ്ട്രക്ചർ Breakout വരുന്നത്. structure and MSS. MSS, യെസ്, സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ്. Okay, ഓക്കെ, sir. ഇത് Okay. നമ്മൾ മാർക്ക് ചെയ്യാം.
ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു MSS കിട്ടി. ഓക്കെ, സപ്പോസ് Okay. ഞാൻ ഇവിടെ നിന്ന് ഒരു MSS ജസ്റ്റ് സിംപിളി കൺസിഡർ ചെയ്യാണ്. ഇവിടുന്ന് ഒരു MSS കിട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ സ്ട്രക്ചറിന്റെ ഹൈ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇവിടെയാണ് നിങ്ങളുടെ ഹൈ. ഓക്കെ, ഇവിടെ ആയിരുന്നു നിങ്ങളുടെ ലോ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് വന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ആ ഒരു MSS ഇവിടെ കിട്ടി. ഓക്കെ, നിങ്ങൾ അവിടെ MSS മാർക്ക് ചെയ്യാം. ഈ MSS മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്ലൈ വാട്ട്? GAN box. യെസ്, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഓക്കെ, അപ്ലൈ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഈ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? Proper high and low with the breakout structure and MSS. യെസ്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. ഫൈൻഡ് ട്രേഡിംഗ് റേഞ്ച്. Range. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു MSS കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹൈ ഇവിടെ മാർക്ക് ചെയ്യും അല്ലേ? ഈ ഒരു ഹൈ മാർക്ക് ചെയ്യും. ഓൾസോ മാർക്കറ്റിൽ റീട്രേസ്മെന്റ് വരുന്ന ഏരിയ നോക്കും. ഇതാണ് നമുക്ക് റീട്രേസ്മെന്റ് വരുന്ന ഏരിയ. റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഹൈ ആൻഡ് ലോ കിട്ടി. ഇതാണ് സ്വിംഗ് ഹൈ, ഇതാണ് സ്വിംഗ് ലോ. ഓക്കെ, ഈ സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് Trading നമുക്ക് കിട്ടി. range. ഓക്കെ, നെക്സ്റ്റ് തിങ് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. നേരെ പോയിട്ട് ഗ്യാൻ ബോക്സ് ടൂൾ സെലക്ട് ചെയ്യുക. ഈ രണ്ട് ലൈൻ ഇവിടെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് വെക്കുക. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ Okay, ആ sir. ഒരു ആ ഒരു സാധനം ഇവിടെ ഡിസ്കൗണ്ടിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ പ്രീമിയത്തിൽ വരുന്നുണ്ടോ നോക്കുക. നെക്സ്റ്റ് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളി എന്ത് ചെയ്യുക? നെക്സ്റ്റ് ബ്രേക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, ബ്രേക്ക് സ്ട്രക്ചർ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഹൈ മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു റീട്രേസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് റീട്രേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്വിംഗ് ലോ മാർക്ക് ചെയ്യാം. സ്വിംഗ് ഹൈ കിട്ടി, സ്വിംഗ് ലോ കിട്ടി, ബ്രേക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്തു, സ്വിംഗ് ഹൈ മാപ്പ് ചെയ്തു, റീട്രേസ്മെന്റ് വന്നു, സ്വിംഗ് ലോ മാർക്ക് ചെയ്തു. അപ്പോൾ പുതിയ ട്രേഡിംഗ് റേഞ്ച് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. ഓക്കെ, അപ്പോൾ ഞാൻ അതിന്റെ ഡിസ്കൗണ്ട് പ്രീമിയം വീണ്ടും ഗ്യാൻ ബോക്സ് എടുത്ത് വരക്കുന്നു. ഓക്കെ, ക്ലിയർ? Understood, sir. ഒരു ഓക്കെ. ഡൗട്ട് ചോദിച്ചോ സാറേ, നമുക്ക് ആ BOS വരച്ചല്ലോ ഇപ്പൊ അവിടെ, അതിന് ആ, താഴെ നമുക്ക് ബേസ് ക്രിയേറ്റ് ചെയ്യാലും എടുക്കാമല്ലോ അല്ലേ? അല്ലെ അതിനകത്ത് തന്നെ വരണമെന്നുണ്ടോ? അങ്ങനൊന്നുമില്ല, ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്താലും മതി. താഴെയോ മുകളിലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല.